വരുന്നുണ്ട്. ഏവർക്കും ഈ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ ചർച്ച എന്താ പറയുക, API എക്കണോമി എന്നുള്ളതാണ്. അപ്പോൾ API 1 സെക്കൻഡ്. Let me take the ഏവർക്കും ഈ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഒന്നുകൂടി API എക്കണോമി എന്നുള്ളതാണ് നമ്മുടെ ചർച്ച. അപ്പോൾ എന്താണ് API? API എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആപ്ലിക്കേഷൻ പ്രോഗ്രാമേഴ്സ് ഇൻ്റർഫേസ് എന്നാണ് അതിൻ്റെ ഒറിജിനൽ ഡെഫിനിഷൻ ഉണ്ടായിരുന്നത്. അത് വേണമെങ്കിൽ ആപ്ലിക്കേഷൻ പ്രോഗ്രാമിംഗ് ഇൻ്റർഫേസ് എന്ന് ഒരു നൗണായിട്ട് അതിനെ ഉപയോഗിക്കാറുണ്ട്. ഇനി എന്താ പറയുക, അപ്പോൾ ഒരു കൊല്ലങ്ങൾക്ക് മുമ്പ് ഒരു വിളി പറഞ്ഞു, ഇപ്പം എന്നോട് പറഞ്ഞു ക്രിപ്റ്റോ API നിങ്ങളെ കൊണ്ട് ഉപയോഗിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു APIs ആർ ആഫ്റ്റർ ഓൾ ആവറേജ് പ്രോഗ്രാമർ ഇൻ്റർഫേസ്. ഐ കൺസിഡർ മൈസെൽഫ് ആസ് എൻ അബോവ് ആവറേജ് ഡെവലപ്പർ, സോ ഐ വിൽ ബി ഏബിൾ ടു യൂസ് API എന്നായിരുന്നു അന്നത്തെ മറുപടി. അപ്പോൾ ഈ API എന്നുള്ളൊരു വാക്ക് തുടങ്ങി വന്നു കഴിഞ്ഞപ്പോൾ എന്തായിരുന്നു വെച്ച് കഴിഞ്ഞാൽ, ഈ ഇപ്പം ഞാനൊക്കെ കേൾക്കുന്നത് വിൻഡോസ് API അല്ലെങ്കിൽ വിൻഡോസ് SDK സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് പോലെ വിൻഡോസ് API എന്നുള്ളതാണ് ആദ്യമായിട്ട് കേൾക്കുന്നത്. അതായത് മൈക്രോസോഫ്റ്റ് പണ്ട് സിയിൽ പ്രോഗ്രാം എഴുതുമ്പോൾ മെയിൻ വെച്ച് സ്റ്റാർട്ട് ചെയ്യും, കമാൻഡ് ലൈൻ ആർഗ്യുമെന്റിൻ്റെ ആയിട്ട് ഡാറ്റ എടുക്കും, എന്നിട്ട് അത് പ്രോസസ് ചെയ്യും. അങ്ങനെയായിരുന്നു മിക്ക ക്യാരക്ടർ യൂസർ ഇൻ്റർഫേസ് ഓടിയിരുന്നത്. ചില സ്ഥലത്ത് ക്യാരക്ടർ യൂസർ ഇൻ്റർഫേസ് അതായത് മെനു ഡ്രിവൺ സിസ്റ്റം ഉണ്ടായിരുന്നു. അതായത് ഡയറക്റ്റ് മറ്റേ ഈ ടെക്സ്റ്റ് മോഡ് പ്രോഗ്രാം ചെയ്തോ അല്ലെങ്കിൽ യുണിക്സിൻ്റെ കർസസ് പാക്കേജ് വെച്ചിട്ട് യൂസർ ഇൻ്റർഫേസ് ഉണ്ടായിരുന്നു. അപ്പോൾ അന്നത്തെ ആൾക്കാർ ഏറ്റവും പ്രൊമിനൻ്റ് ആയിട്ട് ഉപയോഗിച്ചിരുന്ന ഒരു ക്യാരക്ടർ യൂസർ ഇൻ്റർഫേസ് ടൂളാണ് ടർബോസി. അത് ഗ്രാഫിക്കൽ ആപ്ലിക്കേഷൻ എഴുതാന്നുണ്ടെങ്കിൽ മൈക്രോസോഫ്റ്റ് ആദ്യകാലങ്ങളിൽ 1500 ഫങ്ഷൻസ് പല DLLs ആയിട്ട് എക്സ്പോസ് ചെയ്യുന്നത്. അതിനെയാണ് വിൻഡോസ് API എന്ന് വിളിച്ചിരുന്നത്. പിന്നെ MFC മൈക്രോസോഫ്റ്റ് ഫൗണ്ടേഷൻ ക്ലാസ് വന്നപ്പോൾ അത് ഒബ്ജക്റ്റ് ഓറിയന്റഡ് API. പിന്നെ ഓഫ് കോഴ്സ് ജാവയുടെ അറൈവൽ വന്നു കഴിഞ്ഞപ്പോൾ ക്ലാസ് ബേസ്ഡ് API. ഇതെല്ലാം ലോക്കൽ API എന്ന് പറയുന്നത്. പിന്നെ എന്താ പറയുക, ഈ .NET റിമോട്ടിങ്, ജാവ RMI, പിന്നെ നമ്മുടെ EJB, കോർബ, ഇവർക്കും API എന്ന് വിളിച്ചിരുന്നില്ല. അതായത് ഒരു കണക്കിൽ പറഞ്ഞാൽ അത് API ആയിരുന്നു. പക്ഷേ എന്താ പറയുക, ഈ ക്ലയൻറ്റും പ്രോക്സി അതായത് സെർവറിലുള്ള സോഫ്റ്റ്വെയർ ഓട്ടോമാറ്റിക്കലി ജനറേറ്റ് ചെയ്യുമായിരുന്നു. ഇപ്പോൾ ഒരു gRPC ഒക്കെ വർക്ക് ചെയ്തിരുന്ന മാതിരിയാണ് APIs വർക്ക് ചെയ്തിരുന്നത്. പിന്നെ ഒരു APIയുടെ ഡിബേറ്റ് വന്നത് ഈ എന്താ പറയുക, RPC ബേസ്ഡ് എന്താ പറയുക മറ്റേ വെബ് API വന്നു. അതായത് XML ട്രാൻസ്പോർട്ടായിട്ട് ഉപയോഗിക്കാൻ വേണ്ടി ഒരു മെക്കാനിസം വന്നപ്പോൾ XML RPC എന്ന് അതിനെ വിളിച്ചത്. അപ്പോൾ അതിൻ്റെ സ്റ്റാൻഡർഡൈസേഷന് സോപ്പ് API എന്ന് പറഞ്ഞു. അപ്പോൾ സോപ്പാണ് ഒരു എന്താ പറയുക, പിന്നെ റെസ്റ്റ് gRPC, അങ്ങനെ APIയുടെ എവല്യൂഷൻ വന്നു. അപ്പോൾ API ഇൻ ദിസ് പാർലൻസ്, ഓക്കെ, വാട്ട് എവർ വി ആർ സെയിങ് ഹിയർ, അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ എന്താ പറയുക, കമ്പനീസ് വിൽ സി, ഇപ്പോൾ SAP has got great competence in financial services or Oracle Financials or ഇപ്പോൾ അവരുടെ rather than actually trying to build that capability, why can't we host their software either in your infrastructure and make API calls rather than integration calls. അപ്പോൾ അക്കൗണ്ടിങ്, ഫിനാൻസ്, പേറോള്, പിന്നെ എന്താ പറയുക, അങ്ങനെ പല ഡൊമെയിൻസിൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പേയ്മെൻറ്റ്, ഇതിനെല്ലാം APIs അവൈലബിളാണ്. അപ്പോൾ അതിനെ ചുറ്റിപ്പറ്റി ഒരു മാർക്കറ്റ് പ്ലേസ് പോലും ഇന്നുണ്ട്. അപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ ഒരു എൻ്റർപ്രൈസ് ആപ്ലിക്കേഷൻ എഴുതുമ്പോൾ ഒരു ബസ്
ഒരു എന്താ പറയുക എൻ്റർപ്രൈസ് സർവീസ് ബസ് പോകണമെന്ന് വെച്ചിട്ട് API കൺസ്യൂം ചെയ്യുന്നത് പണ്ട് മുതലേയുള്ള കാര്യങ്ങളാണ്. ഇപ്പോൾ API മാർക്കറ്റ് പ്ലേസസ് ഒക്കെ വന്നു കഴിഞ്ഞപ്പോൾ API ഡ്രൈവ്സ് ദ വേൾഡ് നൗ. ഓക്കെ, ഇനിയിപ്പോൾ API എങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യാം, ഓറൽസ് ഒക്കെ ആപ്ലിക്കേഷൻസ് ഒക്കെ എൻസംബിൾ ചെയ്ത് നോക്കിയപ്പോൾ APIക്ക് വളരെയേറെ ഊന്നലുണ്ട്. അപ്പോൾ API എക്കണോമി എ പ്ലാറ്റ്ഫോം ആർക്കിടെക്ചർ പെർസ്പെക്റ്റീവ്. അപ്പോൾ ഇവിടെ ഉദ്ദേശിച്ചതെന്ന് വെച്ചാൽ ഇപ്പോൾ നിങ്ങൾക്ക് അതായത് അല്ലെങ്കിൽ ഇപ്പോൾ ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത ആൾക്കാർക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർക്ക് ഇങ്ങനത്തെ അതായത് API ഹോസ്റ്റ് ചെയ്യാനും കൺസ്യൂം ചെയ്യാനും ഡിപ്ലോയ് ചെയ്യാനും ടെസ്റ്റ് ചെയ്യാനുമുള്ള സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് ടെക്നിക്സും പിന്നെ അതിനെ ചുറ്റിപ്പറ്റിയിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഡിപ്ലോയ്മെന്റ് ആസ്പെക്റ്റിനെ കുറിച്ചാണ് ഈ ചർച്ച. അപ്പോൾ API സ്റ്റാൻഡ്സ് ഫോർ ആവറേജ് ആപ്ലിക്കേഷൻ പ്രോഗ്രാമേഴ്സ് ഇന്റർഫേസ്. അൺലെസ് അതർവൈസ് സ്റ്റേറ്റഡ് അത് റെസ്റ്റ് സോപ്പ് API ആണ് ഉദ്ദേശിക്കുന്നത്. മേ ബി gRPC API വിൽ ആൾസോ കൗണ്ട്. ഓക്കെ, സിൻസ് ഇറ്റ് റൺസ് ഓൺ HTTP2. അപ്പോൾ അങ്ങനെ നമ്മൾ ഇപ്പോൾ gRPC API ഒക്കെ പലപ്പോഴും എന്താ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചർ തന്നെ ഹോസ്റ്റ് ചെയ്ത പ്രൊവൈഡേഴ്സ് ചെയ്യുന്നതായിരിക്കും. പബ്ലിക് APIs ഒക്കെ മിക്ക മോസ്റ്റ് ഓഫ് റെസ്റ്റ് ആണ്. മേ ബി റയർലി സം സോപ്പ് APIs ഉണ്ടാവും EDA ഒക്കെ കോണ്ടെക്സ്റ്റിൽ. ഓക്കെ, അപ്പോൾ എന്താണ് API പ്ലാറ്റ്ഫോം ആർക്കിടെക്ചർ? എ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് ആൻഡ് ഡിപ്ലോയ്മെന്റ് ആർക്കിടെക്ചർ ടു ആക്ട് ആസ് എ കണ്ടക്ടർ ഓഫ് ആൻ ഓർഗനൈസേഷൻസ് ഡിജിറ്റൽ ഓർക്കസ്ട്ര. ഓക്കെ, അപ്പോൾ you know that every enterprise is organized as business capabilities. These capabilities will be supported through software modules, which tries to automate it. About for example, a particular company automate ചെയ്യാൻ വേണ്ടി 353 business capabilities under, which is aggregated into 17 dimensions or something. അതായത് ഓരോ ഡയമെൻഷനിലും ഇതുണ്ട്. അപ്പം അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ എന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുറേ സോഫ്റ്റ്വെയർസ് ഈ മറ്റേ എന്താ പറയുക കേപ്പബിലിറ്റീസ് സപ്ലൈ ചെയ്യും. അപ്പോൾ ഞാൻ വർക്ക് ചെയ്യുന്ന എൻഗേജ്മെൻറ്റ് ഒരു പോർട്ട്ഫോളിയോ ബാലൻസിങ് അല്ലെങ്കിൽ എന്താ പറയുക പോർട്ട്ഫോളിയോ റാഷണലൈസേഷൻ എൻഗേജ്മെൻ്റ് ആയിരുന്നു. അപ്പോൾ സെയിം ബിസിനസ് കേപ്പബിലിറ്റി മൾട്ടിപ്പിൾ പ്രോഗ്രാംസ് സപ്പോർട്ട് ചെയ്യുമ്പോൾ ഏത് സൺസെറ്റ് ചെയ്യണം, ഏതിൽ കൂടുതൽ ബജറ്റ് ഇടണം ടു ആക്ച്വലി റിഫർബിഷ് ഇറ്റ്, അങ്ങനത്തെ ഒരു എൻഗേജ്മെൻറ്റിലാണ് വർക്ക് ചെയ്തത്. അപ്പോൾ യു നോ ദാറ്റ് എവറി ബിസിനസ് ക്യാൻ ബി ഒരു എൻ്റർപ്രൈസ് ആർക്കിടെക്ചർ ടീമിൻ്റെ ജോബാണ് എത്ര ബിസിനസ് കേപ്പബിലിറ്റി ഉണ്ടെങ്കിലാണ് ഒരു കമ്പനി ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ആ ബിസിനസ് പ്രോസസ്സ് ഓട്ടോമേറ്റ് ചെയ്യാനും റെക്കോർഡ് കീപ്പിങ്ങിനും വേണ്ടി സെറ്റ് ഓഫ് ഫങ്ഷണാലിറ്റീസ് വേണം. ദാറ്റ് വിൽ ബി പ്രൊവൈഡഡ് ബൈ ഡിഫറെൻറ്റ് സോഫ്റ്റ്വെയർസ്. അപ്പോൾ ഇപ്പോൾ ശരിക്കും വേണമെങ്കിൽ നമുക്ക് പല APIs സബ്സ്ക്രൈബ് ചെയ്തിട്ട് വേണമെങ്കിൽ ഒരു ബസ് നടുക്ക് വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ ഒരു ഓർഗനൈസേഷൻസ് ഒക്കെ പെട്ടെന്ന് ബൂട്ട് സ്റ്റാർട്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ എന്താ പറയുക അവിടെ അപ്പോൾ യു നീഡ് ടു ഓർക്കസ്ട്രേറ്റ് എ ലോട്ട് ഓഫ് തിങ്സ് ഇൻ ഓർഡർ ടു അച്ചീവ് എ വർക്ക് ഫ്ലോ സ്റ്റെപ്പ് അല്ലെങ്കിൽ ഒരു ബിസിനസ് ഓപ്പറേഷൻ. എ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് ആൻഡ് ഡിപ്ലോയ്മെന്റ് ആർക്കിടെക്ചർ ടു ആക്ട് ആസ് എ കണ്ടക്ടർ ഓഫ് ആൻ ഓർഗനൈസേഷൻ ഡിജിറ്റൽ ഓർക്കസ്ട്ര. അവിടെ ബിസിനസ്, പ്രൊഡക്റ്റ്, ഇൻഫ്രാസ്ട്രക്ചർ ഇതിൻ്റെ ടെൻഷൻസ് ഉണ്ട്. 3 സ്ഥലത്ത് നിന്ന് അതിന് ഫുള്ളുണ്ട്. അതായത് ബിസിനസ് ആസ്പെക്ട് എന്ന് പറഞ്ഞാൽ ടൈം ടു മാർക്കറ്റ്, വെദർ കേപ്പബിലിറ്റി ഫുള്ളായിട്ട് സപ്പോർട്ട് ചെയ്യണ്ടോ, ഓട്ടോമേഷനിലുള്ള ഹോൾസ് എവിടെയാണ് മാനുവൽ പ്രോസസ്സ് വേണ്ടത്, ഈ അങ്ങനത്തെ ഇഷ്യൂസ് വരും. പിന്നെ പ്രൊഡക്റ്റ്, അതായത് ഇറ്റ് ഹാസ് ടു ബി എന്താ പറയുക പ്രൊഡക്റ്റൈസ് ചെയ്യണം ഫോർ കൺസംഷൻ സോ ദാറ്റ് ദർ ഇസ് സീംലെസ് യൂസർ എക്സ്പീരിയൻസ് ഫോർ ദ പീപ്പിൾ ഹു കൺസ്യൂം ദ API. പിന്നെ ഇതെല്ലാം ഹോസ്റ്റ് ചെയ്ത് ഡിപ്ലോയ് ചെയ്യാൻ വേണ്ടിയുള്ള ഓട്ടോമേറ്റഡ് പൈപ്പ് ലൈനും അതിൻ്റെ ഇൻഫ്രാസ്ട്രക്ചറും വേണം. അപ്പോൾ ഒരു API പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ so in a typical company there will be lot of API platforms, but the vision എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോർ എക്സാമ്പിൾ എ കമ്പനി റിക്വയർസ് ഓൺലി 1 API പ്ലാറ്റ്ഫോം. പിന്നെ ഒരു ഡെവലപ്പർ പോർട്ടൽ ഇൻ ഫ്രണ്ട് ഓഫ് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പുതിയ APIയുടെ എന്താ പറയുക ഇംപ്ലിമെൻറ്റേഷൻസ് ഒക്കെ സ്റ്റബും ഒക്കെ അവർ ഈവൻ ഓപ്പൺ API സ്വയർ ഡോക്യുമെൻറ്റേഷനൊക്കെ നമുക്ക് ജനറേറ്റ് ചെയ്തിട്ട് people only need to write fill in the blanks. ഇപ്പം അങ്ങനത്തെ പ്ലാറ്റ്ഫോംസും ഇയേഴ്സ് എഗോ, അതായത് ഈവൻ API എക്കണോമി ഒക്കെ വരുന്ന കാലത്ത് പോലും തന്നെ ഇവോൾവ് ആയിരുന്നു. എക്സ്പോസ് കേപ്പബിലിറ്റീസ് അപ്പോൾ ഡാറ്റ സർവീസസ് ആൻഡ് ഇവൻറ്റ്സ് ആസ് റീയൂസബിൾ ഡിസ്കവറബിൾ ഇന്റർഫേസസ് ദാറ്റ് ഡ്രൈവ് ന്യൂ റവന്യൂ, ആക്സിലറേറ്റ് ടൈം ടു മാർക്കറ്റ് ആൻഡ് അൺലീഷ് പാർട്ട്ണർ ഡെവലപ്പർ എക്കോസിസ്റ്റം. ഈ API എക്കണോമി ഏറ്റവും സമർത്ഥമായിട്ട് ഉപയോഗിക്കുന്ന കമ്പനി ആമസോൺ മാത്രമല്ല
AWS മാത്രമല്ല, മറ്റേ നമ്മുടെ അസൂറും ഗൂഗിളും അവർ ചിലപ്പോൾ ഒരു 10 ബേസ് കേപ്പബിലിറ്റി അവർക്ക് ഉണ്ടാവുള്ളൂ. അങ്ങനെ ഓരോ ഡൊമൈനിനും ഓരോ പുതിയ യൂസ് കേസസിനും അവർ ബേസ് സർവീസസ് എൻസംബിൾ ചെയ്തിട്ട് പുതിയ സർവീസസ്, അതായത് അവരൊരു ഗ്രാഫ്ക്യൂൽ ലൈക്ക് ഇൻഫ്രാസ്ട്രക്ചറോ ഒരു ഓർക്കസ്ട്രേഷൻ ലെയറും ഫ്രണ്ടിലോട്ട് കൊണ്ടുവന്നിട്ട് അത് സർവീസായിട്ട് എക്സ്പോസ് ചെയ്യും. അങ്ങനെ അതിൻ്റെ അപ്പോൾ ഒരു മൾട്ടിപ്പിൾ ലെവലിൽ ബേസ് സർവീസസ് കമ്പോസ് ചെയ്തിട്ടൊക്കെയാണ് ആമസോണിൻ്റെ ഓരോ പ്രൊഡക്ട്സ് അല്ലെങ്കിൽ ഇൻഫ്രാസ്ട്രക്ചർ ആസ് എ സർവീസസിൽ നമുക്കിപ്പോൾ ഇൻഫ്രാസ്ട്രക്ചർ മറ്റേ എന്താ പറയുക പ്ലാറ്റ്ഫോം ആസ് എ സർവീസിൽ നമുക്ക് പല ബിസിനസ് കേപ്പബിലിറ്റീസും നമുക്ക് കിട്ടുന്നത് അങ്ങനെയാണ്. അപ്പോൾ എന്താ പറയുക, ഈ ന്യൂ റവന്യൂ അവിടെ നിന്ന് വരാം. പിന്നെ ടൈം ടു മാർക്കറ്റ് എല്ലാം ഈ എൻഡ് ടു എൻഡ് പൈപ്പ് ലൈൻ ഓട്ടോമേറ്റഡ് ആണെങ്കിൽ ഇറ്റ് വിൽ ബി ബെറ്റർ. പിന്നെ എന്താ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഓക്കെ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ടേക്ക് ദ കേസ് ഓഫ് എ കമ്പനി ലൈക്ക് Amazon.com. അവർക്ക് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എന്താ പറയുക, ഈ ലോയൽറ്റി പ്ലാറ്റ്ഫോം ചിലപ്പോൾ ഒരു കൊല്ലത്തിൽ 2 പ്രാവശ്യമൊക്കെ മാറ്റേണ്ടി വരും. അപ്പോൾ എന്താ പറയുകയെന്ന് വെച്ചാൽ അവരുടെ ഫ്രണ്ട് ഫേസിങ് സൈറ്റ്സിന് ഒരു സ്റ്റാൻഡേർഡ് ഇൻ്റർഫേസ് ഉണ്ടാവും. അപ്പോൾ ഈ ലോയൽറ്റി പ്ലാറ്റ്ഫോം പ്രൊവൈഡർ ഹാസ് ടു കൺഫേം ടു ദാറ്റ് API. അപ്പോൾ അവിടെ കുറേ ഗവർണൻസ് സ്റ്റാൻഡേർഡ്, കംപ്ലയൻസ്, ഇങ്ങനത്തെ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഒരു API പ്ലാറ്റ്ഫോം കൺസീവ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡിജിറ്റൽ ബിസിനസ്സിന് ഇറ്റ് ഇൻവോൾവ്സ് ലോട്ട് ഓഫ് തിങ്സ്. പിന്നെ എന്താ പറയുക, സ്പീഡും ഇപ്പോൾ സെൽഫ് സർവീസ് പ്രൊവിഷനിങ് വേണം. അതാണ് ഈ എല്ലാ API പ്ലാറ്റ്ഫോംസിൻ്റെയും ഒരു ഹോൾമാർക്ക്. അതായത് ഇപ്പോൾ ഓക്കെ ദർ ഈസ് ആക്ച്വലി ആൻ ഇൻഫ്രാസ്ട്രക്ചർ, ഗവർണൻസ് കംപ്ലയൻസിനൊക്കെ സ്റ്റാൻഡേർഡ്സും മറ്റേതൊക്കെ ഉണ്ട്. പക്ഷെ അത് ആരും എൻഫോഴ്സ് ചെയ്യും? അത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഈ പറയുന്ന എല്ലാ സോഫ്റ്റ്വെയർ ടൂൾസും ഒരു സെൽഫ് ഒരു പോർട്ടൽ, അതായത് ഒരു ഡെവലപ്പർ പോർട്ടലിൻ്റെ പുറകിൽ നിന്ന് വേണം അത് ചെയ്യാൻ വേണ്ടി. പിന്നെ എന്താ കാര്യം എന്ന് പറഞ്ഞാൽ, ഇറ്റ് ഹാസ് ടു എഗ്രി ടു ഇൻഡസ്ട്രി സ്റ്റാൻഡേർഡ് ആസ് വെൽ ആസ് ദി ഗവർണൻസ് ഓഫ് ദി റെസ്പെക്റ്റീവ് ജോഗ്രഫീസ് വെയർ വി ആർ ആക്ച്വലി സർവിങ് ഇറ്റ്. അപ്പോൾ ബിസിനസ് പ്രൊഡക്റ്റ് എങ്ങനെ, ഹൗ ടു പ്രൊഡക്റ്റൈസ് ആൻ API ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ, അതായത് ഓക്കെ എങ്ങനെ നിങ്ങൾ ഡിപ്ലോയ് ചെയ്യും, എങ്ങനെയാണ് നിങ്ങൾ കോസ്റ്റ് എഫിഷ്യൻ്റ് ആയിട്ട് കൺസംഷൻ ഇതാക്കുക. അപ്പോൾ ഇറ്റ് ഇൻവോൾവ്സ് ലോട്ട് ഓഫ് തിങ്സ്. ഓക്കെ, സോ നമുക്ക് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് ഓരോ നോക്കാം. What is an API? അപ്പോൾ നമ്മൾ already കുറച്ച് സംസാരിച്ചു. An application programming interface is a formal contract and abstraction layer that defines how consumers request functionality or data, encapsulates implementation details, guarantees non-breaking evolution through versioning and schemas. Okay, അപ്പോൾ ഇവിടെ ഒരു when you conceive out API, ഇപ്പോൾ ഒരു നമ്മൾ മിക്ക ഡെവലപ്പേഴ്സും ഇപ്പോൾ ഫോർ എക്സാമ്പിൾ if they are writing a microservices based system, Java ആണെങ്കിൽ they will be using Spring Boot. Okay, and ഇപ്പോൾ .NET ആണെങ്കിൽ ഇപ്പോൾ .NET അതിൻ്റെതായ ഫ്രെയിംവർക്ക്സ് ഉണ്ട്. അപ്പോൾ അത് വെച്ചിട്ടായിരിക്കും നമ്മൾ ഡെവലപ്പ് ചെയ്യുക. പക്ഷേ ഒരു API എക്കണോമി അല്ലെങ്കിൽ API മാർക്കറ്റ് പ്ലേസ് വരുമ്പോൾ ഐ ഡോണ്ട് തിങ്ക് ദാറ്റ് ഈസ് എ കോഡ് ഫസ്റ്റ് ഡെവലപ്മെൻറ്റോ ഡാറ്റാബേസ് ഫസ്റ്റ് ഡെവലപ്മെൻറ്റ് ഈസ് ഔട്ട് ഓഫ് ഓപ്ഷൻ. ആക്ച്വലി വൺ ഷുഡ് ആക്ച്വലി ഗോ ഫോർ എ കോൺട്രാക്ട് ഫസ്റ്റ് അപ്രോച്ച്. ഓക്കെ, അപ്പോൾ അവിടെയാണ് ഒരു കോൺട്രാക്റ്റ് പബ്ലിഷ് ചെയ്തിട്ട് അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ എഴുതുക, അല്ലെങ്കിൽ പബ്ലിഷിങ്ങും അതിൻ്റെ മറ്റേ ഡിസൈനും ഇതൊക്കെ കൺകറൻ്റ്ലി നടക്കണം. ആൻഡ് ഫൈനലി എന്താ പറയുക, ഈ കോൺട്രാക്ട്സ് API ഡോക്യുമെൻറ്റേഷൻ എല്ലാം കൊടുത്താലേ ഒരു എന്താ പറയുക ടൈം ടു മാർക്കറ്റ് സീംലെസ് ആവുള്ളൂ, അല്ലെങ്കിൽ സ്മൂത്ത് ആവുള്ളൂ. അല്ല, ടൈം ടു മാർക്കറ്റ് അല്ല, മാർക്കറ്റ് ആക്സെപ്റ്റൻസ് സ്മൂത്ത് ആവുള്ളൂ. പിന്നെ എൻക്യാപ്സുലേറ്റ്സ് ഇംപ്ലിമെൻറ്റേഷൻ ഡീറ്റെയിൽ ഓഫ് കോഴ്സ്. അതായത് ഇപ്പോൾ ഈ APIയുടെ കോൺട്രാക്റ്റ്, അപ്പോൾ API ഒരു ഗേറ്റ് വേ ആയിരിക്കും നിങ്ങൾ മിക്കവാറും ഹിറ്റ് ചെയ്യുക. ആ ഗേറ്റ് വേ നിന്ന് പിന്നെ അത് ഇപ്പോൾ എൻസംബിൾ ചെയ്തിട്ടാണോ, ഇനി അതേമാതിരി അഗ്രിഗേഷൻ നടത്തിയിട്ടാണോ അവർ ചെയ്യുന്നത്, അത് അസിൻക്രണസ് ആയിട്ടാണ് ചെയ്യുന്നത് എന്നുള്ളതൊക്കെ അതിൻ്റെ എന്താ പറയുക സർവീസസും, പിന്നെ എന്താ പറയുക ഡാറ്റാബേസ് പെർ API ആണോ, അങ്ങനത്തെ കാര്യം, ഇപ്പോൾ ലെഗസി സിസ്റ്റം ഇൻ്റഗ്രേഷൻ ഉണ്ടോ, അതൊക്കെ APIയുടെ ഇംപ്ലിമെൻറ്റേഷൻ ഡീറ്റെയിൽ ആണ് APIയുടെ കോൺട്രാക്റ്റിൽ. അതായത് ഒരു ഇൻ്റർഫേസ് ലെവലിൽ അത് എന്താ പറയുക ഒരു കോൺട്രാക്ട് എന്താ പ്യുവർ കോൺട്രാക്റ്റ് ആയിരിക്കണം. അപ്പോൾ ഈ ഓഫ് കോഴ്സ് ഇപ്പോൾ ഇങ്ങനെ വരുമ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ പുതിയ ഫങ്ഷണാലിറ്റി വേണം. അപ്പോൾ ഒരു സ്ട്രാറ്റജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി വിൽ റീറ്റെയിൻ ദി ഒറിജിനൽ API ആസ് ദെയർ. പിന്നെ നമ്മൾ എന്താ പറയുക URIയിൽ V1 V2 എന്നൊക്കെ പറഞ്ഞിട്ടിട്ട് പുതിയ വെർഷൻസ് ഉണ്ടാക്കാം. എന്നിട്ട് വെൻ ക്ലയൻറ്റ്സ് ഹാവ് സ്വിച്ച് ടു ദ ന്യൂ API
പഴയത് സൺസെറ്റ് ചെയ്യാം. അപ്പോൾ അങ്ങനെയാണ് ഈ എന്താ പറയുക, ഇപ്പോൾ സ്കീമയിൽ മാറ്റം വരുത്തിയിട്ട് നമുക്ക് വേണമെങ്കിൽ ഒരു എന്താ പറയുക ഒരു എക്സിസ്റ്റിംഗ് APIയുടെ പുതിയ സാധനങ്ങൾ ചെയ്യാൻ പറ്റും. പിന്നെ എന്താ പറയുക റെസ്റ്റ് ജേസൺ ഓവർ HTTP. പിന്നെ ഓവർ HTTP എന്ന് ഉദ്ദേശിച്ചത് HTTPക്ക് പകരം എന്നല്ല, അതായത് HTTPയുടെ മുകളിൽ. ഓക്കെ, റെസ്റ്റും ജേസണിനെയും ഇവിടെ അവർ കാണുന്നത് റെസ്റ്റ് ഒരു മറ്റേ API സ്റ്റൈലാണത്. അതെങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യണമെന്ന് ശരിക്കും അതിൽ പറഞ്ഞിട്ടില്ല. അതായത് ട്രാൻസ്പോർട്ടൊക്കെ എങ്ങനെയാണ്. ഇപ്പോൾ ജേസൺ ആണ് ഡിഫോൾട്ട് ട്രാൻസ്പോർട്ട്, അത് HTTPയുടെ മോഡൽ വരുമ്പോൾ. ഈ പിന്നെ GraphQL ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എൻസംബിൾ ചെയ്യാണ്. അതായത് ഓട്ടോമാറ്റിക്കലി ഇപ്പോൾ നമുക്ക് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു ഡാറ്റ ആക്സസ് ലെവലിലാണ് GraphQL വർക്ക് ചെയ്യണത്. യു ഗീവ് എ JSON വിത്ത് URI പാത്സ്. ഈ എന്താ പറയുക GraphQLന്റെ സെർവർ അസിൻക്രോണസ് ആയിട്ട് ഈ കൺസേൺ സർവീസസിനെ വിളിച്ച് ഡാറ്റ നമുക്ക് ഒരു JSON ഫയലായിട്ട് നമുക്ക് റിട്ടേൺ ചെയ്യും. ഇപ്പോൾ gRPC വരുമ്പോൾ എന്താ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ GSOP ഉണ്ടായിരുന്നു. ഈ മറ്റേ HTTP2ൻ്റെ മുകളിൽ ഒരു HTTP2ന് ബൈനറി പേലോഡ് സപ്പോർട്ട് ഉണ്ട്. അങ്ങനെ വന്നതാണ്. ഇപ്പോൾ എന്താ പറയുക, ഇപ്പോൾ വെബ് സോക്കറ്റ്സ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ എന്താ പറയുക, ഓക്കെ ദർ ആർ കേസസ് വെയർ യു എന്താ പറയുക rather than യു ഗീവിങ് എ റിക്വസ്റ്റ് റെസ്പോൺസ് മോഡലിന് പകരം അസിൻക്രോണസ് ആയിട്ട് സെർവറിൽ നിന്ന് പുഷ് ചെയ്യണത് ഈ വെബ് സോക്കറ്റ്. പിന്നെ സെർവർ സൈഡ് ഇൻക്ലൂഡ്സോ അങ്ങനത്തെ ഒരു സാധനം ഉണ്ട്. അപ്പോൾ എന്താ പറയുക പ്രൊഡ്യൂസറും കൺസ്യൂമേഴ്സും തമ്മിൽ ഡീകപ്പിൾ ചെയ്യാം, അല്ലെങ്കിൽ പ്രൊഡ്യൂസർ കൺസ്യൂമർ ഡിസ്റ്റിങ്ഷൻ വേണം. അപ്പോൾ ഈ API കൺസ്യൂം ചെയ്യാന്ന് പറഞ്ഞാൽ മിക്ക ആൾക്കാരും ഇപ്പോൾ ഞാൻ കണ്ടിട്ടുള്ള സിറ്റുവേഷനിൽ എന്നില്ല അവർ ഡയറക്ട്ലി മേക്ക് എ API കോൾ ത്രൂ സം HTTP ക്ലയൻറ്റ് ഓർ സംതിങ്. പക്ഷേ ദർ ഇസ് വൺ മോർ, ഒരു ക്ലയൻറ്റ് SDK സ്ട്രാറ്റജി ചെയ്യുന്നുണ്ട്. ജാവ വേൾഡിൽ അത് കോമൺ ആണ്. rather than exposing the REST API directly, they will give you a client jar. So you are supposed to make call level interface. Will be call level interface. You consume that and HTTPയുടെ എന്താ പറയുക URIയുടെ ഡീറ്റെയിൽസ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആ ലൈബ്രറി നോക്കിക്കോളും. അപ്പോൾ കപ്ലിംഗ് ഉണ്ടാവില്ല അവിടെ പ്രൊഡ്യൂസേഴ്സും കൺസ്യൂമേഴ്സും തമ്മിൽ. അപ്പോൾ എന്താ പറയുക ഇതാണ് അതിൻ്റെ അപ്പോൾ ഞാൻ അതിൻ്റെ ഓരോ ഇപ്പോൾ APIനെ ഇങ്ങനെ ഒരു പ്രൊഡക്റ്റായിട്ട് നമുക്ക് കൺസീവ് ചെയ്യാം. എന്തൊക്കെയാണ് ക്രോസ് കട്ടിങ് കൺസേൺസ് ഉള്ളത് നമുക്ക് അതിനെക്കുറിച്ച് ഓരോന്ന് ഇപ്പോൾ സ്ലൈഡ് ബൈ സ്ലൈഡ് ആയിട്ട് ചെയ്യാം. പിന്നെ API എങ്ങനെ മോണിറ്റൈസ് ചെയ്യാം, ഓക്കെ. പിന്നെ സെക്യൂരിറ്റി ടെസ്റ്റിങ് എങ്ങനെ ഡിപ്ലോയ് ചെയ്യാം അതിനെക്കുറിച്ച്. കാരണം ഓരോ ടോപ്പിക്കും ഇൻഡിപെൻഡൻ്റ്ലി നമ്മൾ എന്താ പറയുക അതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് ചർച്ച ചെയ്യേണ്ട ആവശ്യമുണ്ട്. API ഓപ്പറേഷൻസ്, ഓക്കെ. അതാണ് ഇപ്പോൾ വൺസ് ഡിപ്ലോയ് ചെയ്തു അത് കഴിഞ്ഞിട്ട് ആൾക്കാർ കൺസംഷൻ തുടങ്ങി. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഇഷ്യൂസ് വന്നു കഴിഞ്ഞാൽ അത് നമുക്ക് ട്രബിൾ ഷൂട്ട് ചെയ്യാൻ പറ്റണം. പിന്നെ APIയുടെ ബില്ലിങ്, പിന്നെ എന്താ പറയുക ത്രൂപുട്ട് എങ്ങനെ മെഷർ ചെയ്യാം, പിന്നെ എന്താ പറയുക there are a lot of things, ഒക്കെ റിപ്പോർട്ടിങ് ഇതൊക്കെ വരും API ഓപ്പറേഷൻസിൽ. അപ്പോൾ ഒരു L1 L2 L3 സപ്പോർട്ട് ഇതിൻ്റെയൊക്കെ കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യണം. പിന്നെ മിസ്ലേനിയസ്, അതായത് ഗവർണൻസിനെ കുറിച്ച്, പിന്നെ പല രീതിയിലുള്ള ഇംപ്ലിമെൻറ്റേഷൻ പാറ്റേൺസ്, പിന്നെ സെർവർലെസ് എങ്ങനെയാണ്. ഇപ്പോൾ എന്താ പറയുക ഇപ്പോൾ GraphQL ഓൾറെഡി നമ്മൾ പാസിങ്ങിൽ മെൻഷൻ ചെയ്തു. AI പവേർഡ് API ഡിസ്കവറി ആൻഡ് അതിന് മുമ്പ് സെർച്ച് ലുസീൻ സിൻഡെക്സ് ഉള്ള APIs അവൈലബിൾ ആയിരുന്നു പണ്ട് സെർച്ച്. പിന്നെ എന്താ പറയുക പല ബിസിനസ് കേപ്പബിലിറ്റീസ്, അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ലാർജ് പ്രിൻ്റർ ഔട്ട്പുട്ട്, അത് നമ്മളൊരു API ആയിട്ട് നമ്മൾ കണ്ടന്റ് കൊടുക്കുന്നു, അവരത് പ്രിൻ്റ് ചെയ്തിട്ട് പിന്നെ അത് കൊറിയർ ചെയ്യോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സർവീസസ് ഉണ്ട്. പല ബിസിനസ് പ്രോസസ് ഔട്ട്സോഴ്സിങ് കമ്പനികളും ഇങ്ങനത്തെ APIs എക്സ്പോസ് ചെയ്യുന്നുണ്ട്. അലയൻസിലും ഇവർക്കൊക്കെ ഉണ്ട്. അപ്പോൾ എന്താ പറയുക കൊറിയോഗ്രാഫി, ഇങ്ങനെ 100 കൂട്ടം ടോപ്പിക്സ് ഉണ്ട്. അപ്പോൾ നമ്മുടെ ചർച്ച എന്താ വെച്ചാൽ API എക്കണോമി എന്നൊരു സാധനം ഉണ്ടോ, API മാർക്കറ്റ് പ്ലേസ് ഉണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ അവിടെ എന്തൊക്കെ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് ടെക്നോളജീസ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ അതിനെ എങ്ങനെ കാണണം. ഇനിയിപ്പോൾ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിന് എന്തൊക്കെ കൺസേൺസ്, ക്രോസ് കട്ടിങ് കൺസേൺസും കോർ കൺസേൺസും ഗവർണൻസ് കംപ്ലയൻസ് എന്തൊക്കെ കാണണം. ഇനി അത് ഇങ്ങനൊരു മൾട്ടിപ്പിൾ APIs ഹോസ്റ്റ് ചെയ്യുന്ന ഒരു ഇൻഫ്രാസ്ട്രക്ചർ, അതിൻ്റെ ഓട്ടോമേഷൻ, അതിൻ്റെ എഞ്ചിനീയറിംഗ് ആസ്പെക്റ്റ്, അതെങ്ങനെ കൺസംഷന് വേണ്ടി പോർട്ടൽ ബിൽഡ് ചെയ്യാം. ദാറ്റ് ഈസ് ഓൾസോ പാർട്ട് ഓഫ്
എന്താ പറയുക, ഒരു API മാർക്കറ്റ് പ്ലേസിൻ്റെ, അതായത് ഇന്റേണൽ മാർക്കറ്റ് പ്ലേസ് ഉണ്ട്, എക്സ്റ്റേണൽ മാർക്കറ്റ് പ്ലേസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഒരു API ഇന്റേണൽ മാർക്കറ്റ് പ്ലേസ് നമ്മൾ ബിൽഡ് ചെയ്യേണ്ടി വരും മിക്ക കമ്പനീസും ആസ് ദ ടൈം പ്രൊസീഡ്സ്. അപ്പോൾ അതിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ, അതിൻ്റെ കൺസേൺസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോണേ. അപ്പോൾ എന്താ പറയുക, അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ സ്ലൈഡ് ബൈ സ്ലൈഡ് ആയിട്ട് പോണേ. നൗ ദ ഫ്ലോർ ഈസ് ഓപ്പൺ ഫോർ ഡിസ്കഷൻ. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആരെങ്കിലും വർക്ക് ചെയ്യുന്ന കമ്പനിയിൽ ഡെവലപ്പർ പോർട്ടലിലും അതെങ്ങനെ വർക്ക് ചെയ്യണമെന്നുള്ളതിനെ കുറിച്ച് നമുക്ക് തുടങ്ങാം. ഇപ്പോൾ കോഡ് ഡോട്ട് അല്ല, ഞങ്ങളുടെ കമ്പനി API എക്കണോമിയിലാണ് ബേസിസ് തന്നെ. ഓക്കെ, അങ്ങനെയല്ല, അതായത് ടെക്നിക്കൽ ഡൊമൈൻ പോയിന്റ് ഓഫ് വ്യൂല്. അതല്ല, അപ്പൊ നിങ്ങളുടെ ഫ്രണ്ട് എൻഡ്സ് ക്ലയൻസ് ആണ് എഴുതുന്നത് അവരുടെ ആവശ്യത്തിന്? ഞങ്ങൾക്ക് SDK ഉണ്ട്, പിന്നെ API ലെവൽ ഇൻ്റഗ്രേഷൻ അവർ തന്നെയാണ് ചെയ്യുന്നത്. അതായത് അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ കമ്പനിക്ക് സെറ്റ് ഓഫ് കേപ്പബിലിറ്റീസ് ഉണ്ട്, അത് നിങ്ങൾ സർവീസസ് ആയിട്ട് എക്സ്റ്റേണൽ വേൾഡിന് ഓപ്പൺ ചെയ്യുന്നു. ചിലപ്പോൾ നിങ്ങളുടെ ആൾക്കാർ തന്നെ അത് കൺസ്യൂം ചെയ്തിട്ട് മറ്റേ എന്താ പറയുക, ഒരു യൂസർ ഇന്റർഫേസ് ആയി ഡെലിവർ ചെയ്യും. അല്ലെങ്കിൽ അതേഴ്സ് ക്യാൻ ആക്ച്വലി ഐദർ മേക്ക് എ ഡയറക്റ്റ് റെസ്റ്റ് കോൾ ഓർ ദേ ക്യാൻ ആക്ച്വലി യൂസ് എ SDK, വിച്ച് പല പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഉണ്ടോ? അതെ അതെ, എന്ന് വെച്ച് കഴിഞ്ഞാൽ അതല്ല, ഈ പല പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലുണ്ട്. അത് സാറേ ഞങ്ങൾ മെർജന്റ് അക്വിസിഷൻ വഴി അതായത് എക്സ്പാൻഡ് ആയ സ്ഥലമായതുകൊണ്ട് ഒരു ഒറ്റ ആൻസറിൽ പറയാൻ പറ്റില്ല. ചില ആൾക്കാർക്ക് ഇല്ല, ചില ആൾക്കാർക്ക് ഉണ്ട്, അങ്ങനെയാണ് കിടക്കുന്നത്. സ്പ്രെഡ് ആയിട്ടാണ് ഇല്ല. അത് ഇപ്പോൾ സ്പെസിഫിക് ഡിവിഷൻ്റെ അകത്തുള്ള സ്പെസിഫിക് APIs ഒക്കെ മാത്രമായിട്ടാണ്. അങ്ങനെ ഒരു യൂണിഫൈഡ് അപ്രോച്ച് ഒന്നും ഇല്ല. അവിടെയാണ് ഒരു പ്ലാറ്റ്ഫോം വേറെ രീതിയിൽ ഇപ്പോൾ അത് സോൾവ് ചെയ്യാൻ നോക്കുന്നുണ്ട്. അങ്ങനെയല്ല, ഇപ്പൊ നിങ്ങളുടെ ഒരു കമ്പനി ഒരു ഇന്റേണൽ API മാർക്കറ്റ് പ്ലേസ് ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് വിചാരിക്കാം. അപ്പൊ അത് സേക്ക് ഓഫ് ആർഗ്യുമെന്റ്, അപ്പൊ അത് കൺസ്യൂം ചെയ്തൊരു ഡൗൺ സ്ട്രീം പ്രൊഡക്റ്റ് ഉണ്ടെന്ന് വിചാരിക്കാം. നാളെ ആ ഡൗൺ സ്ട്രീം പ്രൊജക്റ്റ് കൺസ്യൂം ചെയ്യുന്ന കമ്പനി പറയാണ്, ഞങ്ങൾ ഞങ്ങളുടെ UI ഉണ്ടാക്കിക്കോളാം, നിങ്ങൾ നിങ്ങളുടെ API കോൺട്രാക്ട് പബ്ലിഷ് ചെയ്യും, ഒരു കോൺട്രാക്ട് നെഗോഷിയേറ്റ് ചെയ്യുകയാണെങ്കിൽ മിക്ക സ്ഥലത്തും ബുദ്ധിമുട്ടാണത്. മനസ്സിലായില്ലേ? എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡൗൺ സ്ട്രീം സിസ്റ്റത്തിൽ കുറെ ഇന്റഗ്രേഷൻ കോഡ് ഉണ്ടാവും. ഇനി അതേമാതിരി തന്നെ എല്ലാ ഫങ്ഷണാലിറ്റിയും ചിലപ്പോൾ API അവൈലബിൾ ആയിരിക്കില്ല. അതൊക്കെ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുന്നത്? അല്ല, അവിടെയാണ് ഇപ്പം ഞാൻ വർക്ക് ചെയ്യുന്നത് ഇപ്പോൾ അവരുടെ ഗോ പ്ലാറ്റ്ഫോം എന്നുള്ളൊരു സംഭവത്തിലാണ്. അത് ഇൻറ്റേർണലി ഒരു മാർക്കറ്റ് പ്ലേസ് നമുക്ക് വിളിക്കാൻ പറ്റില്ല. അതായത് കമ്പനിയുടെ ഒരു ലോങ് ടൈം വിഷൻ്റെ ഭാഗമാണ്. അപ്പോൾ ഒരു ഇൻറ്റേർണൽ ഒരു കൊളാബറേഷൻ എൻവയൺമെൻ്റ് എന്നുള്ളതിനേക്കാൾ കുറച്ചും കൂടി ഗ്രാൻഡർ വിഷൻ ഉണ്ട് അതിന്. അല്ല, അതായത് മാർക്കറ്റ് ബിറ്റ്വീൻ ഡിവിഷൻസ് നെഗോഷിയേറ്റ് ചെയ്തെടുക്കുന്നതാണല്ലോ മാർക്കറ്റ് പ്ലേസ്. ഇൻറ്റേർണൽ മാർക്കറ്റ് പ്ലേസിൻ്റെ ട്രേറ്റ് ആയിട്ട് കാണാൻ പറ്റുക അല്ലേ? അങ്ങനെ ഇല്ല. അപ്പോൾ ഇത് ഓക്കെ, അപ്പോൾ അതൊരു ഇൻറ്റേർണൽ ഓർക്കസ്ട്രേഷൻ എഞ്ചിനാണ് ഞങ്ങൾക്ക്. അപ്പോൾ അതിൽ ഒരു വിഷ്വൽ DSL ഒക്കെ ഉണ്ട്. അപ്പോൾ വർക്ക് ഫ്ലോസ് ഈ പറഞ്ഞ പോലെ, അപ്പോൾ ഈ പറഞ്ഞ സാറ് പറഞ്ഞ കോംപ്ലക്സിറ്റീസ് എല്ലാം അവിടെ ആ തലത്തിൽ എൻകോഡ് ചെയ്യാൻ പറ്റും. അല്ല, ഇപ്പൊ ഞാൻ പറയട്ടെ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇപ്പൊ നിങ്ങൾക്ക് ഇൻഡിപെൻഡന്റ്ലി കൺസ്യൂമബിൾ, ഇപ്പൊ ഒരു ലാർജ് പ്രൊഡക്റ്റിന്റെ ചിലപ്പോ ഫുൾ ഓപ്പറേഷൻസ് ഇത് ചെയ്യണ്ട ആൾക്കാർക്ക് ഇൻഡിപെൻഡന്റ്ലി കൺസ്യൂമബിൾ ആണെങ്കിൽ SDK വെച്ചിട്ട് ചെയ്യാൻ പറ്റും. ആ ഫങ്ഷണാലിറ്റിക്ക് കവറേജ് ഉണ്ടായാൽ മതി. അതെ അതെ അതെ. അല്ല, പിന്നെ ഇത് ഈ ഞങ്ങളുടെ അവിടെ ജനറൽ ഇൻറ്റൻറ്റ് സെയിം ആയതുകൊണ്ട് സ്പെസിഫിക് ഇപ്പോൾ ഇൻപുട്ട് ഔട്ട്പുട്ട് എന്നുള്ള ലെവലിൽ ഇപ്പോൾ കസ്റ്റമേഴ്സിന് പല കാര്യങ്ങളും മോഡൽ ചെയ്യാൻ പറ്റും. പിന്നെ അത് കഴിഞ്ഞിട്ട് ആ വർക്ക് ഫ്ലോയിലാണ് കോംപ്ലക്സിറ്റി ഇരിക്കുന്നത്. പിന്നെ റൂൾസിലും ആണ് അതിൻ്റെ ആ ശരിക്കും ബിസിനസ് ലോജിക്ക് ഇരിക്കുന്നത്. അപ്പോൾ അത് മോഡൽ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സർവീസസിൻ്റെ അകത്തുള്ള
അല്ല ഇവിടെ ഞാൻ ഡൗൺ സ്ട്രീം സിസ്റ്റം ആയിട്ട് ഉദ്ദേശിക്കുന്നത് വിത്ത് കമ്പനിയുടെ അകത്തുള്ള അതർ പ്രൊഡക്ട്സ് ആണ്. സാറ് നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ അല്ലല്ല, എന്നെ സംബന്ധിച്ചിടത്തോളം സെയിം ആണ്. അതും ഒരു തേർഡ് പാർട്ടി എടുക്കുന്നത് ഞാൻ ഡിസ്റ്റിങ്വിഷ് ചെയ്യുന്നില്ല. അതെ മനസ്സിലായില്ലേ? അതെ അതെ അതെ. അല്ല അത് കാരണം API ഡോഗ് provide to ഫുഡ് ചെയ്യാം അത് consumer. വേണമെങ്കിൽ. ഇന്റേണൽ കൺസ്യൂമർ, എക്സ്റ്റേണൽ കൺസ്യൂമർ എന്ന് പേരിട്ടാ പോരെ. അതെ അതെ അതെ. അല്ല അകത്തുള്ള സാധനങ്ങൾ ഇങ്ങനെ തന്നെ മോഡൽ ചെയ്യാൻ വേണമെങ്കിൽ ഈ പ്ലാറ്റ്ഫോം വെച്ചിട്ട് കുറച്ച് കഴിയുമ്പോൾ അതല്ലേ ഇപ്പൊ ഞാൻ വേറെ കാര്യം ചോദിക്കട്ടെ. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇപ്പൊ സാപ്പും ഇങ്ങനത്തെ സാധനം, ഇപ്പൊ ഒറാക്കിൾ സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒറാക്കിളിന്റെ ഒരു എന്താ പറയാ ഡാറ്റാബേസ് എഞ്ചിൻ ഒരു സ്ഥലത്തും മൾട്ടിപ്പിൾ സ്റ്റോറേജ് ഡിവൈസ് ഒക്കെ വെച്ചിട്ടാണല്ലോ അവര് മാനേജ് ചെയ്യണേ. ശരിക്കും പറഞ്ഞ ഒരു മോണോലിത്ത് സോഫ്റ്റ്വെയർ ആണല്ലോ ഒറാക്കിൾ. ഈ അത് ഇപ്പൊ സാപ്പൊക്കെ അങ്ങനെയായിരുന്നു പണ്ട്. അപ്പൊ ഞാൻ ചോദിക്കുന്ന പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നിങ്ങളുടെ അവിടെ ഏതെങ്കിലും ഒരു ബേസ് പ്രൊഡക്റ്റ് അങ്ങനത്തെ ഉണ്ടോ? അയ്യോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ഇവിടുത്തെ ട്രേറ്റ് സാപ്പിന്റെ ഉള്ളിലോട്ട് ഒരു HTTP സെർവർ എംബഡ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഒരു API ഇൻഫ്രാസ്ട്രക്ചർ ആയി. പഴയ സാപ്പ് ആണെങ്കിൽ. ഇപ്പൊ സാപ്പ് എങ്ങനെ പാക്കേജ് ചെയ്യണമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അല്ല എനിക്ക് ഫുൾ വിസിബിലിറ്റി ഇല്ല അതില്. അങ്ങനെയല്ല, ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഒറാക്കിൾ സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇപ്പൊ നമ്മൾ സിംഗിൾ യൂസർ ഒറാക്കിൾ ആണെന്ന് വിചാരിക്കുക ഒരു മെഷീനിൽ. ഒരു ഒറാക്കിൾ സോഫ്റ്റ്വെയർ ഉണ്ടാവും, അതായിട്ടൊരു സ്റ്റോറേജ് ഡിവൈസ് കപ്പിൾഡ് ആയിരിക്കും, അല്ലെങ്കിൽ ഒരു എന്താ പറയാ നെറ്റ്വർക്ക് അറ്റാച്ച്ഡ് സ്റ്റോറേജോ എന്തെങ്കിലും ഇതായിരിക്കും. എന്നിട്ട് നമ്മൾ ഡാറ്റാബേസ് എഞ്ചിന് സാധനം കൊടുക്കും. അപ്പൊ അതിന്റെ ഉള്ളില് ഒരു HTTP സെർവർ കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ മറ്റേ വയർ ലെവൽ അവരുടെ നേറ്റീവ് പ്രോട്ടോകോൾ അല്ലാതെ നമുക്ക് ഇത് ചെയ്യാൻ പറ്റും. പോസ്റ്റ്ഗ്രസ് SQL ഒക്കെ അങ്ങനെയാ ചെയ്യണേ. അതേമാതിരി ഒരു പ്രീ പാക്കേജ് ആപ്ലിക്കേഷൻ ഡെസ്ക്ടോപ്പ് ആയിട്ട് ഡിപ്ലോയ് ചെയ്തിട്ട് അങ്ങനെ എന്തെങ്കിലും ചെയ്തതായിട്ടോ അറിയാമോ? അങ്ങനെ എനിക്ക് തോന്നുന്നു ഇനീഷ്യൽ ഡേയ്സില് ഉണ്ടായിട്ടുണ്ടാവും. അത് സ്റ്റിൽ അല്ല. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇപ്പൊ ഞാൻ ഇപ്പോഴാണ് ആലോചിച്ചത്. അപ്പൊ സാപ്പൊക്കെ ഒരു റീപാക്കേജ് ചെയ്തിട്ടുണ്ടാവും എന്നാണ് എന്റെ ചോദ്യം. മൊഡ്യൂൾസ് ഒക്കെ അല്ല പക്ഷെ ഇത് എനിക്കിപ്പോ ചിന്തിക്കാൻ പറ്റുന്ന ഏക യൂസ് കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ മറ്റേ പാസ്പോർട്ട് എന്താണ് ഇപ്പോൾ ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സിന്റെ അവിടെ ഇരിക്കുന്ന മെഷീൻസിലൊക്കെ കൊണ്ടുവെക്കാം, അങ്ങനത്തെ പരിപാടികളൊക്കെ നടക്കുള്ളൂ. ബാക്കിയെല്ലാം ഇന്റർനെറ്റ് ഡ്രിവൺ ആയിരിക്കണം എന്ന് തോന്നുന്നുണ്ട്. അപ്പൊ പക്ഷേ ഞാനൊക്കെ ഇത് തുടങ്ങുമ്പോ അങ്ങനത്തെ സിസ്റ്റംസ് ഉണ്ടായിരുന്നേ. അപ്പൊ നമ്മള് എപ്പോഴും ഒരു എന്താ പറയാ ഒരു ലാർജ് സെർവർ ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടെന്നുള്ള ഒരു അസംഷൻ എപ്പോഴും ഉണ്ട്. അപ്പൊ ഞാൻ നിങ്ങളായിട്ട് സംസാരിച്ചപ്പോൾ നിങ്ങളുടെ അവിടെ മിക്കവാറും ഈ ഇടയ്ക്ക് ഇതൊക്കെ ആണെങ്കിൽ അത് തന്നെ ഒരു വെബ് പ്രോജക്റ്റ് ആയിരിക്കില്ലേ വിത്ത് API. API അല്ല, അറ്റ്ലീസ്റ്റ് സോപ്പോ റെസ്റ്റോ വെച്ച് ഇംപ്ലിമെന്റ് ചെയ്തായിരിക്കില്ലേ നിങ്ങളുടെ കോൺട്രാക്ട് ഫുൾഫിൽ ചെയ്യുന്ന ലെയറും ഉണ്ട്, കോൺട്രാക്ട് ലെയറും ഉണ്ട്. അത് വേറെ ഇരിക്കൂലേ? കാരണം ഇപ്പൊ നിങ്ങൾക്ക് API ഗേറ്റ്വേ, മൊബൈൽ ബാക്ക്എൻഡ് ആസ് എ സർവീസ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ വേണമല്ലോ. പിന്നെ കോർ ഫങ്ഷണാലിറ്റി അത് കോർപ്പറേറ്റ് ലെയർ. അപ്പൊ അതും എപ്പോഴെങ്കിലും എന്താണ് നിങ്ങൾ റെസ്റ്റ് അവിടെ സോപ്പ് അങ്ങനെ വന്നിട്ടുണ്ടോ? ഇല്ല, ഞങ്ങൾ ഇപ്പോൾ സോപ്പൊന്നും ഇപ്പോൾ കൺസിഡർ ചെയ്യുന്നില്ല ആ ഒരു ഞങ്ങളുടെ പ്ലാറ്റ്ഫോം പോയിന്റ് ഓഫ് വ്യൂല്. ഇത് ഇനി ഇൻ കേസ് ഉണ്ടെങ്കിൽ തന്നെ സ്ക്രിപ്റ്റിംഗ് അലൗഡ് ആണ് ജാവയിൽ. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഗ്രൂവിൽ എഴുതി സോപ്പ് വിളിക്കാം. ഈ ഡിക്ലറേറ്റീവ് നേച്ചർ പോകുന്നുള്ളൂ. അപ്പൊ ഞാൻ പറഞ്ഞ വെച്ചാല് APIയുടെ ഇന്റർഫേസും മറ്റേ സെക്യൂരിറ്റി കൺസംഷൻ സ്റ്റാറ്റിസ്റ്റിക്സ് ഒക്കെ ചെയ്യുന്ന ലെയർ വേറെയും ആക്ച്വൽ സെർവ് ചെയ്യുന്ന ലെയർ വേറെ ആയിരിക്കില്ലേ? ഡാറ്റാബേസ് തന്നെ ആയിരിക്കണമെന്നില്ലല്ലോ. അതെ അല്ല സാർ ഇവിടെ എന്ത് ട്രേറ്റ് ആണ് ശരിക്കും ഇത് ഡീകപ്പിൾ ചെയ്യാൻ നോക്കുന്നതെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. അങ്ങനെയല്ല, ഒരു വെബ് ചെയ്യുന്ന ഒരാൾക്ക് API എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ അയാളുടെ അടുത്തേക്ക് ഒരു URI വരും, URIയിൽ ഒരു പേലോഡ് വരും. ആ പേലോഡ് അയാൾ വാട്സ് ചെയ്തിട്ട് അയാൾ ഒരു ഡാറ്റാബേസ് കോൾ നടത്തുമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രോസസിങ് നടത്തുന്ന ഒരു ഇൻഫ്രാസ്ട്രക്ചർ. അല്ല അത് നമ്മൾ എടുക്കണോ ഇവിടെ? മെജോറിറ്റി ആൾക്കാർ അതായിരിക്കുമല്ലോ തിങ്ക് ചെയ്യണത്. അങ്ങനെയാണ് ഇരിക്കുന്നത്. അപ്പൊ ഞാൻ ചോദിക്കുന്ന പോയിന്റ് എന്ന് വെച്ചാല് ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഈ
സെക്യൂരിറ്റി റീസൺസും കംപ്ലയൻസ് അങ്ങനത്തെ റീസൺസ് ആയിരുന്നു. കോർപ്പറേറ്റ് അസറ്റ്സിനെ ഈ പറയുന്ന API ഇൻഫ്രാസ്ട്രക്ചർ ടച്ച് ചെയ്യാൻ പാടില്ല എന്നൊരു എന്റർപ്രൈസ് ക്രൈറ്റീരിയ ഉണ്ടാവുമല്ലോ. അപ്പൊ മിക്കവാറും എന്താ പറയാന്ന് വെച്ചാല് APIയുടെ മറ്റേ ഈ ഡാറ്റയോ മറ്റേ ഇത് പ്രൊവൈഡ് ചെയ്യുന്ന ലെയർ, അതായത് ആക്ച്വലി ഡാറ്റാബേസിൽ നിന്ന് ഫെച്ച് ചെയ്തിട്ട് ട്രാൻസ്ഫോം ചെയ്യുന്ന ലെയർ വേറെയും കൺസംഷന് വേണ്ടി ഒരു ലെയർ ഉണ്ടാവില്ലേ എന്നാണ് എന്റെ ചോദ്യം. അല്ല അങ്ങനെ ഡീകപ്പിൾ ചെയ്യാം. അത് അങ്ങനെ ചെയ്താലേ മറ്റേ എന്താ പറയാ അല്ലെങ്കിൽ പിന്നെ എന്തെന്ന് വെച്ചാല് ഈ എന്താ പറയാ റെക്കോർഡ് കീപ്പിംഗ് സോഫ്റ്റ്വെയർ നേടുന്നുണ്ടോ RKS? അതായത് ഇപ്പൊ നിങ്ങളുടെ ഇപ്പൊ US ഗവൺമെന്റിലൊക്കെ നമുക്ക് ഈ ഡിസാസ്റ്റർ റിക്കവറിക്കൊക്കെ വേണ്ടി നമ്മുടെ റെക്കോർഡ്സ്, നമ്മൾ ഡാറ്റാബേസിൽ ഇടുന്ന റെക്കോർഡ്സ് നമ്മൾ വേറെ സർവീസിന് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ അത് ബാക്കപ്പ് റിസ്റ്റോർ ചെയ്യുന്ന കമ്പനികളുണ്ട് ഇവിടെ കിട്ടിയ. അവരുടെ എൻഡ് സ്റ്റോറേജ് ലെയർ വേറെ രീതിയിലായിരിക്കും. ഇവർക്ക് വേണ്ടി അവർ കുറെ മസാജ് ചെയ്യേണ്ടി വരും. അല്ല സാറ് പറഞ്ഞ പോലത്തെ സിസ്റ്റംസ് ആണ് ഞാൻ കണ്ടിട്ടുള്ളത്. ഇപ്പോൾ എനിക്ക് കംപ്ലീറ്റ് പിക്ചർ ഇല്ലല്ലോ, നമുക്ക് കുറേ റെസ്ട്രിക്ഷൻസ് ഉണ്ട് ഇപ്പോഴും. പലരും സൈലോസിലാണ്. അപ്പോൾ എനിക്ക് ആക്സസ് ഉള്ളത് ഇൻഫോർമൽ ആക്സസ് ഉള്ള സ്ഥലത്തൊക്കെ ഇങ്ങനെ ഞാൻ കണ്ടിട്ടുണ്ടത്. അല്ല ഇപ്പൊ ഞാൻ പറയട്ടെ, ഒരു API മാർക്കറ്റ് പ്ലേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവര് ഈ ജസ്റ്റ് ഒരു API ഡെവലപ്മെന്റ് ആയിരിക്കില്ല അവിടെ ശരിക്കും അല്ലേ. അത് API പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഇൻഫ്രാസ്ട്രക്ചർ ലെയർ കൂടി വേണ്ടി വരുമല്ലേ? അതെ. അല്ല അത് പക്ഷെ അതാ പറഞ്ഞത് അത്രയും യൂണിഫൈഡ് ഒന്നും ആയിട്ടില്ല. ഇപ്പോഴാണ് അങ്ങനെ ഒരു, അവിടെയാണ് ഈ മറ്റേ നമ്മുടെ ഡെവോപ്സ് പ്ലാറ്റ്ഫോം എഞ്ചിനീയറിംഗ് ഇനീഷ്യേറ്റീവ്സിൻ്റെ ഒക്കെ പ്രസക്തി എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അതായത് കുറേ എന്താണ് ഇങ്ങനത്തെ കുറേ ക്രോസ് കട്ടിങ് സാധനങ്ങളൊക്കെ അവിടെ കോമൺലി നമുക്ക് കേപ്പബിലിറ്റി സൈഡ് പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ അതാത് എഞ്ചിനീയറിംഗ് ടീംസിന് ഇത് ഓർഡർ ചെയ്യുന്നത് മാത്രം ഫോക്കസ് ചെയ്താൽ മതി. ഈ അല്ല അപ്പോഴും ഇത് വേണ്ടി വരും. ഈ ചിലപ്പോൾ സെയിം ടീം തന്നെ ആയിരിക്കണം എന്നില്ല ഈ 2 ലെയറും എഴുതുന്നത്. അല്ല 2 ലെയറും സെയിം ടീം അല്ലാതിരിക്കുന്നതാണ് നല്ലത്. പക്ഷെ ഡെവലപ്മെന്റ് ലാഗ് വരും. എന്നുവെച്ചാലേ ഇപ്പൊ ഈ പക്ഷെ ഇത് അല്ല അതാണ് B2C വരുമ്പോൾ ഈ ഡെവലപ്മെന്റ് ലാഗ് എന്നുള്ളത് ഒരു ശരിക്കൊരു പ്രശ്നമാണോ എന്നുള്ളതാണ്. അതായത് വിഷൻ റിയലൈസ് ചെയ്താൽ മതി ആക്ച്വലി. അതല്ല ഇപ്പൊ ഇംപ്ലിമെന്റ് ചെയ്യുന്ന ടീമിന് പ്രോബ്ലം ഉണ്ടാവില്ലേ, പ്രൊവൈഡ് ചെയ്യുന്ന ടീമിന്? അല്ല അവിടെയാണ് സാറേ നമ്മുടെ ഇപ്പൊ സാറിന്റെ സൈഡ് സ്ലൈഡ് കാണിച്ചായിരുന്നു. അതായത് കോൺട്രാക്ട് ഡ്രിവൺ പ്രോപ്പർ ആണെങ്കിൽ നടക്കും ഈ പരിപാടി. കോൺട്രാക്ട് ഫസ്റ്റ് ആയിരിക്കണം അവിടെ. പക്ഷെ നമ്മളിപ്പോ ആൾക്കാർക്ക് ചോദിച്ചാൽ കോൺട്രാക്ട് ഫസ്റ്റോ അതാരാ ചെയ്യണെന്ന് ചോദിക്കും. അല്ല അത് അപ്പൊ തന്നെ വെബ് ആപ്ലിക്കേഷൻ ഡെവലപ്പറിന് നമുക്ക് അപ്പൊ ആ ഡിസ്റ്റിങ്ഷൻ വേണം. വേറെ ആർക്കെങ്കിലും പെർസ്പെക്റ്റീവ് ഉണ്ട് അതില്? അങ്ങനെയില്ല. അതായത് ഒരു പ്ലാൻ വന്നിട്ടുണ്ട് APIs പബ്ലിക്കിനെ എക്സ്പോസ് ചെയ്യാനുള്ള, പബ്ലിക്കിനല്ല ക്ലയൻസിനെ എക്സ്പോസ് ചെയ്യാനുള്ളത്. പക്ഷെ അത് ഇംപ്ലിമെന്റ് ചെയ്തിട്ടൊന്നുമില്ല. ചെയ്യാൻ പോകുന്നത് നിങ്ങളുടെ ഇപ്പൊ നിങ്ങളൊരു ബിസിനസ് കേപ്പബിലിറ്റി API ആയിട്ട് ബിൽഡ് ചെയ്യണ്ടല്ലോ, അതിന് പുറത്തൊരു ലെയർ വെച്ചിട്ടാണോ അതെയോ ആ API കേപ്പബിലിറ്റി ഒരു മുമ്പിലൊരു API കയറ്റി വെച്ചിട്ട്? അവര് പറയണത് ഒരു ആദ്യത്തെ ഡിസ്കഷനിൽ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാല് ഓരോ ക്ലയന്റിനും അവരുടെ സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ലെയർ APIയുടെ ഫ്രണ്ടിൽ വരും, എന്നിട്ട് അതാണ് എക്സ്പോസ് ചെയ്യുന്നത്. അത് പിന്നെ അത് മാറിയിട്ടുണ്ടോ എന്തായി അങ്ങനത്തെ ഡീറ്റെയിൽ ഒന്നും അറിയില്ല. അല്ല അതിന്റെ ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കാന്നുള്ള രീതിയിലാണ് ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, അതായത് ആ ഡിസ്റ്റിങ്ഷൻ അവിടെയാണ് വേണ്ടത്. കാരണം മിക്ക APIസും അവരുടെ ലൈഫ് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ഇന്റേണൽ API ആയിട്ടായിരിക്കും. അതിന് ഒരു ഇപ്പൊ അത് കഴിഞ്ഞിട്ട് നമ്മളത് എക്സ്റ്റേണൽ ഇതിന് API കൊടുക്കുമ്പോ ഇപ്പൊ ഞാൻ പ്രിഫർ ചെയ്യുന്നത് എന്താ പറയാ, ഓരോ ക്ലയന്റിന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറെ കഴിയുമ്പോൾ അത് യൂണിഫൈ ചെയ്യാൻ പറ്റുമല്ലോ. അതായത് കോൺട്രാക്ട് നോർമലൈസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കോൺട്രാക്റ്റിൽ നിന്ന് എങ്ങനെ മറ്റേ ബേസ് സർവീസസ് എന്ന് വിളിക്കുന്നതാണ് ഞാൻ നിങ്ങളുടെ ഒറിജിനൽ API, അതിലോട്ട് എങ്ങനെ നമ്മൾ മാറ്റി കൊടുക്കുന്നതനുസരിച്ചിരിക്കില്ലേ?
പിന്നെ ഫങ്ഷണാലിറ്റി എന്ന് വെച്ചാല് എന്താ പറയാ, ബേസ് സർവീസിന് അപ്പുറത്തുള്ള ഫങ്ഷണാലിറ്റി കൊടുക്കുവോ, ഒന്നിൽ കൂടുതൽ API വിളിക്കേണ്ടി വരുമ്പോ ഓക്കെ, ഇറ്റ്സ് എ ഡിഫറെന്റ് സ്റ്റോറി. അപ്പൊ അല്ല, ആ ഒരു ഇതാണ് ഉദ്ദേശിച്ചത്. ഞാൻ ഹൈലൈറ്റ് ചെയ്യാൻ നോക്കിയത് ഒരു ലെയർ ഉണ്ടാവുന്നതാണ്, അതായത് ബേസ് സർവീസസിന് മുമ്പിൽ. ഇപ്പൊ ഡെവോപ്സിന്റെ പരിധിയിൽ അതും കൂടി കൊണ്ടുവരണോ, അതെയോ ഇപ്പൊ എന്താ പറയാ, ഈ API ഇതാണെന്നുള്ളത് ഓരോ സ്ഥലത്തെ കാര്യങ്ങൾ തീരുമാനിക്കും. ഇതാണ് ഇപ്പൊ ഒരു ഇങ്ങനത്തെ ഒരു പ്ലാറ്റ്ഫോമിന്റെ ഒരു നീഡ് വന്നില്ലേ. ഇനിയിപ്പോ എന്താ പറയാ, ഇതിന്റെ ഉള്ളിൽ പീസിലായിട്ടുള്ള എന്താണ് ഡിസ്കസ് ചെയ്യാനല്ലേ. ലെഗസി ഇപ്പൊ അവിടെ ലെഗസി സിസ്റ്റംസ് എഴുതിയിട്ടുണ്ട്. കാരണം പണ്ടാണ് ഈ ലെഗസി സിസ്റ്റം മിക്കവാറും ഒരു ഡെസ്ക്ടോപ്പ് ആപ്ലിക്കേഷൻ അങ്ങനെയൊക്കെ എന്തെങ്കിലും ആയിരിക്കും. ഷെയർഡ് ഫയൽ വെച്ചിട്ട് ഞാനൊരു പ്രോജക്റ്റിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ API വേർഷനിങ് സ്കീം, ഈ എന്താ പറയാ, അതിനെ കുറിച്ച് എന്തെങ്കിലും തോട്ട്സ് ഉണ്ടോ? ഷെയർഡ് ഫയലിന്റെ കേസ് അതെങ്ങനെയാണ്, അപ്പൊ പെർമിഷൻ എങ്ങനെയാണ് വരിക? അതല്ല, ഇപ്പൊ ലെഗസി സിസ്റ്റം ഉണ്ടല്ലോ. ലെഗസി സിസ്റ്റം മറ്റേ ഞങ്ങള് വിളിച്ചപ്പോ ആസിഫ് വേറൊരു സർവീസ് വിളിക്കണവരെ വിളിച്ചേ. പക്ഷെ ആ സർവീസ് എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാല്, മറ്റേ നമുക്ക് ഒരു ടോക്കൺ റിട്ടേൺ ചെയ്യും. പിന്നെ അവിടെ ഒരു ബാച്ച് ജോബ് ട്രിഗർ ചെയ്ത് ഡാറ്റാബേസിൽ നിന്ന് സാധനം എടുത്തിട്ട് നമ്മള് പോൾ ചെയ്യണം. എന്നിട്ടാണ് അത് ഇത് ചെയ്യുന്നത്. ടൈം ഔട്ടൊക്കെ നമ്മൾ ലെങ്തി കൊടുത്തിട്ടാണ് അത് ഇംപ്ലിമെന്റ് ചെയ്തത്. ഞങ്ങൾക്ക് അത് ചെയ്യേണ്ടി വന്നില്ല, അതാ ടീം ചെയ്തു തന്നു, ആ ആപ്ലിക്കേഷൻ ഓൺ ചെയ്യുന്നത്. ഇതിന്റെ ഉള്ള ഒരു പൊളിറ്റിക്കൽ പ്രശ്നമുണ്ട്, ആൾക്കാർ സമ്മതിക്കൂല നമുക്ക്. അവര് പറഞ്ഞ ഇതിലോട്ടൊക്കെ നമ്മൾ ഇത് ചെയ്യേണ്ടി വരും. നിങ്ങൾക്ക് അങ്ങനത്തെ സിസ്റ്റം വർക്ക് ചെയ്യേണ്ടി വന്നിട്ടുണ്ടോ? അതായത് API എൻഡ് പോയിന്റ് ഉണ്ട്, പക്ഷെ എങ്കിലും ആക്ച്വലി APIയുടെ സെർവിങ് നടക്കുന്നത് ഏതെങ്കിലും ലെഗസി സോഫ്റ്റ്വെയറോ, ചിലപ്പോൾ അതിന് മറ്റേ വെബ് ഇന്റർഫേസ് ഒന്നും ഉണ്ടാവണമെന്നില്ല. ഞാൻ സ്റ്റാർട്ട് ചെയ്ത പ്രൊജക്റ്റ് അങ്ങനത്തെ ഒരു പ്രൊജക്റ്റ് ഉണ്ടായിരുന്നു, ഫസ്റ്റ് API ഉണ്ടാക്കൽ. പക്ഷെ അത് ഒരു പെർട്ടിക്കുലർ ഫ്രണ്ട് എൻഡിന് വേണ്ടിയാണ്. അണ്ടർലൈൻ സാധനം സോപ്പായിരുന്നു. സോപ്പിലോട്ട് ഇടാം. അപ്പൊ ഞാൻ ഇങ്ങനത്തെ മൾട്ടിപ്പിൾ ഒക്കെ വരാം ചിലപ്പോ, മനസ്സിലായില്ലേ? പക്ഷെ ഗ്രാഫ്ക്യൂല് മറ്റേ ടാർഗറ്റ് സിസ്റ്റം റെസ്റ്റ് തന്നെ ആയിരിക്കണ്ടേ? ഗ്രാഫ്ക്യൂലിന് റിസോൾവേഴ്സ് എഴുതാമെന്നാണ് എനിക്ക് മനസ്സിലായത്. അപ്പൊ നമുക്ക് സോപ്പോ gRPC റിക്വസ്റ്റ് ചെയ്യുന്ന എടുക്കാം വേണമെങ്കിൽ അല്ലേ? റിസോൾവർ എന്ന് പറഞ്ഞു ഞാനിത് ഇത് ചെയ്തിട്ടില്ല. ഓക്കെ, ഗ്രാഫ്ക്യൂലൊന്നും വരാറില്ല അങ്ങനെ. ഒരു അത്രയും ഡൈനാമിക്സ് ഉണ്ടെങ്കിലാണ് നമുക്കത് നീടുള്ളൂ. പക്ഷെ വേറെ ആരും ഉണ്ട്. ഇപ്പൊ ഈ എന്താ പറയാ, ഈ API ഗേറ്റ്വേക്ക് വരെ ഉണ്ടല്ലോ. ഗ്രാഫ്ക്യൂൽ ഇന്റേണലി ഇന്റേണൽ സർവീസ് ആണെങ്കിലേ. പക്ഷെ പാർസിമോണിക്ക് എതിരാണത്. നമുക്ക് ആ കൃത്യം നീഡ് വേണം. അല്ലേ, ഞാൻ ഗ്രാഫ്ക്യൂലിനെ കാണുന്നത് അറിയോ, നിങ്ങളുടെ ഒരു 10-20 സർവീസ് ഉണ്ട്, നിങ്ങൾക്ക് ഈ നല്ല ഗ്രാനുലാരിറ്റിയിൽ അവർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പക്ഷെ നിങ്ങൾക്ക് കൺസ്യൂം ചെയ്യുമ്പോൾ എന്താ പറയാ, ആസിഫ് നിങ്ങൾ ഒരു ഇപ്പൊ കുറച്ചുകൂടി മലയാള ഭാഷയിൽ പറഞ്ഞാൽ സോപ്പ് ഇത് ചെയ്യണം, ഒരു ഡോക്യുമെന്റ് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യണം ഡാറ്റയുള്ള. അങ്ങനെ വരുമ്പോൾ ഗ്രാഫ്ക്യൂൽ ഒരു ഗ്രണ്ട് ഉള്ളതാണെന്നാണ് ഞാൻ വിചാരിച്ചത്, ഹോപ്പൊക്കെ കുറയ്ക്കാൻ വേണ്ടി. അല്ലാതെ എന്താണ് ഉദ്ദേശിച്ചത്? അല്ലാതെ ഉദ്ദേശിച്ചതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ക്ലയൻറ്റിൻ്റെ കൺസ്യൂമിങ് പാറ്റേൺസ് ഇല്ലേ, ഇപ്പോൾ ഡാറ്റ ആക്സസ് പാറ്റേൺസ് ആർബിട്രറി ആണ്. ആർബിട്രറി ആയിരിക്കും. അപ്പോൾ ആ കേസസിലാണ് നമുക്കിത് യൂസ്ഫുൾ ആയി വരാം. മൾട്ടിപ്പിൾ റൗണ്ട് ട്രിപ്പ് കുറയ്ക്കാൻ പറ്റും. ഞാൻ അത് തന്നെ ഇന്ന വേ ഉപയോഗിച്ചത്, മനസ്സിലായില്ലേ? ഒറ്റ ഹിറ്റിന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഇപ്പൊ API ഗേറ്റ്വേ എന്ന് പറഞ്ഞ സാധനം നമ്മൾ ശരിക്കും പറഞ്ഞ അണ്ടർലൈൻ ഇൻഫ്രാസ്ട്രക്ചർ മാസ്ക് ചെയ്യാൻ ഉപയോഗിക്കണേ. ഞാൻ ഉദ്ദേശിച്ചതെന്ന് വെച്ചാല്
ഒരു ഒരു ലെയർ വിച്ച് ആക്ച്വലി യു ഗീവ് എ റെസ്റ്റ് ഇന്റർഫേസ് ആൻഡ് യു പാസ് ദ വേറെ എന്താ വെച്ചാൽ ഒരു എൻസംബിൾ സർവീസ് അല്ലെങ്കിൽ എഴുതേണ്ടി വരും. പണ്ട് എന്താ വെച്ചാൽ ആൾക്കാർ മാനുവലി ഇത് എഴുതുമായിരുന്നു. അപ്പൊ ഞാൻ അതിനെ വിളിച്ചിരുന്നത് അപ്ലിക്കേഷൻ സ്പെസിഫിക് സർവീസ് എന്നാണ്, ആസ്. അപ്പൊ ഈ ഗ്രാഫ് ക്യൂല് കാരണം ആസ് എഴുതേണ്ട കാര്യമില്ല എന്നാണ് എന്റെ തിയറി. പിന്നെ എന്താ പറയാ, ഇപ്പൊ ഈ GRPCയും ഒക്കെ ഇന്റേണൽ API ഒക്കെ ആയിരിക്കും പൊതുവെ ഉണ്ടാവുക. പക്ഷെ അത് HTTP ഡൗൺലോഡ് ഒന്നും അതിന് ലിമിറ്റ് ഒന്നുമില്ല. അതെ അതെ. അല്ല, അത് നമുക്ക് GRPC യൂസ്ഫുൾ ആവുന്നത് ഇപ്പോൾ എക്സ്റ്റേണൽ കേസിൽ ഇപ്പോൾ നമുക്ക് SDK പ്രൊവൈഡ് ചെയ്യുവാണെങ്കിൽ ട്രാൻസ്പോർട്ട് അഗ്നോസ്റ്റിക് ആയിട്ട് നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ബാൻഡ്വിഡ്ത്ത് ഒക്കെ കുറച്ച് സേവ് ചെയ്യണമെങ്കിൽ GRPC കൊടുത്ത്. GRPC ഡാറ്റ, അതാണ് അതിന്റെ അഡ്വാൻറ്റേജ് അല്ലെ. ഡാറ്റ കുറച്ചും കൂടി സസ്റ്റൻഡ് ആയിട്ട് എൻകോഡ് ചെയ്യും. അപ്പോ API എന്താണ്? API പ്ലാറ്റ്ഫോം ആർക്കിടെക്ചർ എന്നത്. ഓക്കെ, break monoliths into composable services you can iterate on independently. അവിടെ ഡൗട്ട് API യുടെ ഉദ്ദേശം അതല്ല. API ഉണ്ടെങ്കിൽ ഓക്കെ, ഈ അവിടെ റെസ്റ്റ് API എന്നൊരു അസംപ്ഷൻ ഉണ്ട്. എക്കോസിസ്റ്റം ആൻഡ് നെറ്റ്വർക്ക് എഫക്ട്സ്, ഇന്റേണൽ ടീംസ്, B2B partners and third party devs all tap into the same services, spawning new products. ഓക്കെ, അത് നമ്മൾ ഓൾറെഡി നെറ്റ്വർക്ക് എഫക്റ്റ് ആണല്ലോ ഈ പ്ലാറ്റ്ഫോംസിന്റെ. പ്ലാറ്റ്ഫോം ബിസിനസ് പ്ലാറ്റ്ഫോം ആണ്, ടെക്നോളജി പ്ലാറ്റ്ഫോം അല്ല. പക്ഷേ ദീസ് API പ്ലാറ്റ്ഫോംസ് വിൽ ഇവോൾവ് ഇൻ ടു ദാറ്റ്. മോണിറ്റൈസേഷൻ ആൻഡ് മെട്രിക്സ്, മീറ്റർ യൂസേജ്. ഓക്കെ, അതായത് ഒരു യൂണിഫൈഡ് ഇന്റർഫേസ് ടു ബിസിനസ് സോഫ്റ്റ്വെയർ ഇംപ്ലിമെന്റേഷൻ എന്ന് പറയാൻ വേണമെങ്കിൽ API അല്ലേ. അല്ല, ആമസോണിന്റെ കേസ് സാർ പറഞ്ഞ അതാണല്ലോ നടക്കണേ ശരിക്കും. ആമസോൺ ആണ് അതിന്റെ കേസില്. അതായത് ആമസോണിന്റെ സർവീസുകളുടെ പേര് പഠിക്കാൻ നമ്മൾ ബുദ്ധിമുട്ടണതുകൊണ്ടാ. അത് ഞാനത് എങ്ങനെയാണെന്ന് അറിയാം, ഞാനത് ഹൈപ്പോത്തസൈസ് ചെയ്തേ. കേമകില് അവര് 2 മാസം കൂടുമ്പോ അസൂറിന്റെ ഒരു സെഷൻ എടുക്കുക ആരെങ്കിലും ഒക്കെ. അപ്പൊ എടുക്കുമ്പോ ഇപ്പൊ ഈ മാസം 2 മാസം കഴിഞ്ഞ് കാണുന്ന മെനു മറ്റേ തമ്മിൽ നോക്കുമ്പോ പുതിയ കുറെ സർവീസ് ഉണ്ട്. പക്ഷെ നോക്കുമ്പോ പഴയ സർവീസ് മിക്സ് ചെയ്ത് തന്നേങ്ങളാ. അങ്ങനെ ഞങ്ങൾ ചെയ്യുന്ന പ്ലാറ്റ്ഫോമിന്റെ ഒരു വൺ ഓഫ് ദ കോൺസിക്വൻസ് ആയിട്ട് കാണുന്നത് ഇത് തന്നെയാണ്. പുതിയ പ്രൊഡക്ട്സ് ഫോം ചെയ്യുന്നതാണ്. അതായത് ഒരു പുതിയൊരു വർക്ക് ഫ്ലോ ആക്ച്വലി ഒരു പ്രൊഡക്റ്റായിട്ട് ആക്ട് ചെയ്യുകയാണെങ്കിൽ അല്ല, അത് മിക്കവാറും ഏതെങ്കിലും ഒരു സ്ഥലത്തെ യൂസ് കേസ് പ്രൊഡക്റ്റൈസ് ചെയ്യണതാ ശരിക്കും. അതെ അതെ അതെ. ഈ അല്ല അതിന്റെ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ ഇൻഫ്രാസ്ട്രക്ചർ ഒക്കെ എപ്പോഴും ഈ എന്താ പറയാ, ഈ ഇപ്പോ AWS കെയർ ചെയ്യണത് എത്ര API ഹിറ്റ് എഫക്റ്റീവ്ലി അവർക്ക് കിട്ടണമെന്നായിരിക്കും അല്ലേ. അല്ല, ഞങ്ങളുടെയും അൾട്ടിമേറ്റ്ലി അങ്ങനെയാണ്. ഈ എത്ര സ്കേൽസ് ജനറേറ്റഡ് ആയി എന്നുള്ളതാണ് ലീനിയർ ലെവലിൽ നോക്കുമ്പോൾ. അതെ അതെ. അല്ല, അതിപ്പോ എല്ലാ അഗ്രിഗേഷൻ സർവീസസിലും അതാണ്. ഫൈനലി ഇവൻ എവിടെയാണ് റബ്ബർ മെറ്റ റോഡ് എന്നുള്ളതാണ്. സർവീസ് കമ്പനി ഓടിക്കാൻ പറ്റില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ കോസ്റ്റ്ലി റിസോഴ്സിനെ എപ്പോഴും വിലബിൾ പ്രൊജക്റ്റിൽ ഇടുക. പ്രൊജക്റ്റ് ജയിച്ചാലും തോറ്റാലും. വിമാനം അങ്ങനെ തന്നെയാണല്ലോ. എത്ര എയർ ടൈം എന്തോരം ഉണ്ട് അത്രയും നല്ലത്. API as a product. Treat every public or partner facing API like a product line. അപ്പോൾ ആരാണ് ടാർഗറ്റ് ഡെവലപ്പേഴ്സ്? എന്ത് പ്രോബ്ലമാണ് നമ്മൾ സോൾവ് ചെയ്യണേ? നമ്മൾ സോൾവ് ചെയ്യുന്നത് ഒരു എഞ്ചിനീയറിംഗ് കമ്പനിയുടെ ലക്ഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് എന്ത് യൂസ് കേസ് ഉണ്ടെന്നുള്ളതല്ല. എവിടെന്നെങ്കിലും കേസ് സ്റ്റഡീസ് കണ്ടുപിടിച്ച് നമ്മൾ ഒരു എന്താ പറയുക, ഈ ഒരു ഡെവലപ്പർ സെഗ്മെന്റിനെ ടാർഗറ്റ് ചെയ്യുക എന്നുള്ളതാണ് പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് തന്നെ. ഫ്രിക്ഷൻലെസ് ഓൺ ബോർഡിങ്, ഇന്ററാക്റ്റീവ് ഡോക്കർ, SDKs, കോഡ് സാമ്പിൾസ്. അത് നമ്മൾ ഓൾറെഡി സാൻഡ് ബോക്സ് എൻവയോൺമെന്റ് ടെസ്റ്റിംഗ് വരുമ്പോൾ നമുക്ക് ഈ API ടെസ്റ്റ് ചെയ്യണ അതിന്റെ നിങ്ങളുടെ എക്സ്പീരിയൻസ്. തേർഡ് പാർട്ടി API കൺസ്യൂം ചെയ്യുമ്പോൾ ടെസ്റ്റിംഗ് എങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്? ഒരു പേയ്മെന്റ് ഗേറ്റ്വേയിലേക്ക് വേണം. പേയ്മെന്റ് ഗേറ്റ് വേണമെങ്കിൽ നമുക്ക് ടെസ്റ്റ് കാർഡ്സ് കിട്ടും എന്നാണ് എന്റെ അണ്ടർസ്റ്റാൻഡിങ്. അതെ അതെ. അല്ല ഇപ്പൊ
അല്ല അതുപോലെ അവർ നമുക്ക് എൻവയൺമെന്റ് തരണം, സാൻഡ് ബോക്സ് എൻവയൺമെന്റ് ഒക്കെ തരണം. അത് അവരുടെ API പ്രൊവൈഡറിന്റെ ഡ്യൂട്ടിയാണത്. അതല്ല, ഇപ്പൊ നമ്മൾ നമ്മുടെ കമ്പനിയിൽ ഇപ്പൊ ഒരു ഇന്റേണൽ മാർക്കറ്റ് പ്ലേസ് ഉണ്ടാക്കാന്ന് വെച്ചാൽ, അപ്പൊ ശരിക്കും API എന്താ പറയാ API വെർച്വലൈസേഷൻ നേടണോ? എന്താണത്? അതൊരു എന്താ പറയാ, ഈ മോക്ക് ആൻഡ് സ്റ്റബ് വെച്ചിട്ട് നമുക്ക് API സ്റ്റബ് ചെയ്യാം. അല്ല അത് നമുക്ക് ഓപ്പൺ API സ്പെക് ഉണ്ടെങ്കിൽ അത് പോസിബിൾ ആണ് ആ പരിപാടി. മോക്ക് സെർവർ ഓക്കെ. അതെ, അതിന് സ്പെക്ക് വേണം. ഈ ഓപ്പൺ API സ്പെക്ക് ഉണ്ടെങ്കിലാണ് നമുക്കത് ചെയ്യാൻ പറ്റുക. അല്ലെങ്കിൽ അത് ഹാൻഡ് വീവ് ചെയ്തെടുക്കേണ്ടി വരും. അങ്ങനെയല്ല, ഈ സ്വാഗറിന്റെ സ്പെക്കിൽ നിന്ന് അങ്ങനത്തെ സാധനം ഓട്ടോമാറ്റിക്കലി മോക്ക് ഇൻഫ്രാസ്ട്രക്ചർ ജനറേറ്റ് ചെയ്ത്. അതെ അതെ അതെ. അതായത് അപ്പൊ അതിന്റെ ഡാറ്റയൊക്കെ അവർ എങ്ങനെ ജനറേറ്റ് ചെയ്യും? അതിനുള്ള സോഫ്റ്റ്വെയർ ഉണ്ടോ? അത് ഈ ഓപ്പൺ API സ്പെക്കിന്റെ ഭാഗമായിട്ട് നമുക്ക് എക്സാമ്പിൾസ് കൊടുക്കാൻ പറ്റും. അപ്പൊ അത് യൂസ് ചെയ്യാൻ പറ്റും അവർക്ക്. എല്ലാം ഡിക്ലറേറ്റീവ് ആണ്. അതെ, ഞാൻ വർക്ക് ചെയ്തേക്കുന്ന കേസാണ്. ഇപ്പൊ ഈ ഇടയ്ക്ക് അതിൽ വർക്ക് ചെയ്തിട്ടില്ല. ഞാനിത് വെർച്വലൈസേഷന്റെ ഒരു ഇഷ്യൂ വന്നത് എവിടെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ആയിട്ടില്ലായിരുന്നു, മനസ്സിലായില്ലേ? ഇപ്പൊ കമ്പ്യൂട്ടർ അസോസിയേറ്റ്സിന്റെ ഒരു ഇത് ഞാനിപ്പോ സാൻഡ് ബോക്സ് എൻവയോൺമെന്റ് കണ്ടപ്പോ അല്ല, ബെസ്റ്റ് കേസ് സിനാരിയോ മറ്റേ എൻവയൺമെന്റ് പ്രൊവൈഡ് ചെയ്യാന്നുള്ളതാണ്. അതായത് സോ ദാറ്റ് ദേ കാൻ ഡിപ്ലോയ്. അതൊരു ആക്ച്വൽ API കോളിന് അഗെയിൻസ്റ്റ് അവർക്ക് ടെസ്റ്റ് ചെയ്യാൻ. then you are assuming container based architecture available ആണെന്നുള്ള രീതിയിൽ അല്ലേ? അല്ല, ഡെവലപ്മെന്റ് ടൈമിൽ ബെറ്റർ ഡെവലപ്മെന്റ് എക്സ്പീരിയൻസ് കിട്ടാനായിട്ടും പിന്നെ കോഡിന്റെ റോബസ്റ്റ്നെസ്സും ഡിക്ലറേറ്റീവ് പോയി കഴിഞ്ഞാൽ എന്തോരം കവർ ചെയ്യാൻ പറ്റും എന്നുള്ളത് ഇത്തിരി ഒരു പ്രശ്നമുണ്ട് അത് അവിടെ. പിന്നെ വൺസ് ഇപ്പം നമുക്ക് ഇപ്പം യൂണിറ്റ് ലെവൽ സാധനങ്ങൾക്കൊക്കെ നമുക്ക് വേണമെങ്കിൽ മോക്ക് ചെയ്തിടാം. പക്ഷെ ആക്ച്വൽ എൻഡ് ടു എൻഡ് കൊടുക്കുമ്പോൾ അവരുടെ സാൻഡ് ബോക്സ് സാധനത്തിന് അഗെയിൻസ്റ്റ് ആണ് ബെറ്റർ. ഓക്കെ. അപ്പൊ ഇതാണ്. പിന്നെ എന്താ പറയാ, അഡാപ്റ്റേഷൻ എറർ റേറ്റ്സ്, ലേറ്റൻസി സെൻട്രലൈസ്ഡ് ആയിട്ട് മാനേജ് ചെയ്യാം. പിന്നെ ഡിപ്രിക്കേഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ? പക്ഷേ ഡിപ്രിക്കേഷൻ അല്ല, അത് സൺസെറ്റ് ചെയ്യണത് എപ്പോഴാണ്? ഈ സാറേ പ്രൊഡക്റ്റ് വിഷനിൽ ഹു ആർ ദ ടാർഗറ്റ് ഡെവലപ്പേഴ്സ് എന്നുള്ളത് കറക്റ്റ് ആണോ അത് ശരിക്കും? ടാർഗറ്റ് ഡെവലപ്പേഴ്സ് ചെയ്യാതെ ഇപ്പൊ ഒരു API, അതായത് പറഞ്ഞേ, ഇപ്പൊ ഒരു പ്ലാറ്റ്ഫോം ആർക്കിടെക്ചർ പോയിന്റ് ഓഫ് വ്യൂലെ പറഞ്ഞിട്ടില്ല, മാർക്കറ്റ് പ്ലേസിന്റെ പോയിന്റ് ഓഫ് വ്യൂ ഒരിക്കലും അല്ല, ബിസിനസ്സാ അതിന്റെ ഉദ്ദേശിച്ചേ. ഇപ്പൊ ഞാനൊരു എഞ്ചിനീയറിംഗ് സ്റ്റാൻഡ് കൊടുത്തെന്നുള്ളൂ. ഇപ്പൊ നമ്മുടെ ഇപ്പൊ ഞാൻ പറയട്ടെ, ഇപ്പൊ മിക്ക ഇവോൾവ് IT കമ്പനിയിലും ഈ ഒരു സ്ട്രാറ്റജിക് ബിസിനസ് യൂണിറ്റ് ലെവലിലാണ് API എക്സ്പോസ് ചെയ്യണത്. അങ്ങോട്ടും ഇങ്ങോട്ടും സർവീസ് കോൾ നടത്തുകയും ഇപ്പോൾ സെയിം ഫങ്ഷനാലിറ്റി തന്നെ മൾട്ടിപ്പിൾ ആൾക്കാർ പ്രൊവൈഡ് ചെയ്യും. അപ്പൊ ആരാണ് ചീപ്പർ ഇത് കൊടുക്കുന്നത്, അങ്ങനെ ഒരു ഇന്റേണൽ മത്സരം തന്നെയുള്ള കമ്പനികളുണ്ട്. അല്ല, അപ്പൊ ഇതാണ് API ഒരു പ്രൊഡക്റ്റ് ഇന്റേണലോ മാർക്കറ്റ് പ്ലേസിലോ ഒരു പ്രൊഡക്റ്റ് എക്സ്പോസ് ചെയ്യുന്ന രീതിയിൽ ഉള്ള ഒരു ചിന്തയിലാണ്. അത് റിയലൈസ് ചെയ്യാൻ വേണ്ടി എങ്ങനെ ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കാം, എന്തൊക്കെ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് കാര്യങ്ങളാണെന്ന് നോക്കേണ്ടതെന്നുള്ളതാണ് നമ്മുടെ ചർച്ച. ഒരു API എഴുതുമ്പോൾ അല്ലെങ്കിൽ API ഇൻഫ്രാസ്ട്രക്ചറിൽ ഈ എന്താ പറയാ, ക്രോസ് കട്ടിങ് കൺസേൺ ഒരു APIനെ ബാധിക്കുന്നതല്ലോ. അപ്പൊ ഞാനിപ്പോ ഇവിടെ ഒരു എൻ പോയിന്റിനെയാണ് ഞാൻ API ആണ്, അല്ലാണ്ട് ഒരു URI-നെ അല്ല. നിങ്ങളെങ്ങനെയാ? ഒരു എൻഡ് പോയിന്റ് ആണ്. അതായത് എൻഡ് പോയിന്റ് എന്ന് പറയുന്നത് സിംഗിൾ സ്പെസിഫിക് ഒരു റിസോഴ്സിനെ അഡ്രസ് ചെയ്യുന്നതാണ്. നിങ്ങളുടെ API ഒരു എൻഡ് പോയിന്റ് ഉണ്ടാവുന്നത് മനസ്സിലായോ? അല്ല, API എന്നുള്ളത് ആ എൻറ്റയർ സർവീസ് ആണോ, ആ സർവീസിലെ ഈച്ച് കേപ്പബിലിറ്റി ആണോ? ഇല്ലല്ലേ, ഞാൻ നോക്കട്ടെ എൻ്റെ സർവീസ്. അതായത് ഇപ്പൊ ഫോർ എക്സാമ്പിൾ അതിൽ URI ഉണ്ടാവും കുറെ. URI ആണ് സാറ് റിസോഴ്സിന് അഗെയിൻസ്റ്റ് ആയിട്ട് പറയണേ. ഓക്കെ അല്ല, മനസ്സിലായി. അല്ല, അതാണ് കറക്റ്റ്. അപ്പൊ author to JWT മ്യൂച്വൽ TLS API ഗേറ്റ്വേ പോളിസീസ്, അത്
ആർക്കൊരു കൺസേൺ ഇല്ല, ഇതില്ല. റേറ്റ് ലിമിറ്റിംഗ്, അപ്പൊ റേറ്റ് ലിമിറ്റിംഗ് ആണ് ഈ എന്താ പറയാ, ഈ റേറ്റ് ലിമിറ്റ് ബസ്റ്റ് ഉണ്ടാവാണ്ടിരിക്കാനാണോ റേറ്റ് ലിമിറ്റ് ചെയ്യണേ? റേറ്റ് ലിമിറ്റ് ചെയ്യുന്നത് അതെ അതെ അതല്ലേ ഇപ്പൊ ഞാൻ പറയട്ടെ, SLA-യുടെ ഭാഗമായിരിക്കും അത് മിക്കവാറും തോന്നണു. SLA-യുടെ ഭാഗത്തുള്ളതാണെങ്കിൽ ഓക്കെ, അതിനനുസരിച്ചിട്ട് ചെയ്യാം. അല്ല പക്ഷേ പണ്ട് ഈ എൻജിൻ എക്സ് ഒക്കെ ഉള്ളപ്പേ മുമ്പില് ഒരു ഇത് ചെയ്യുമല്ലോ, അതായത് എൻജിൻ എക്സ് ഉള്ളപ്പോ അല്ല, ഈ ഇതുള്ളപ്പോ നോട്ട് JS-ലുള്ള സെർവറും നമ്മൾ എഡ്ജിൽ കൊണ്ടേ വെക്കുമല്ലോ. അല്ല പക്ഷെ അത് മാറിയില്ലേ ഇപ്പൊ, കണ്ടെയ്നർ ഉള്ളപ്പോ പ്രശ്നമില്ലല്ലോ. കണ്ടെയ്നർ റോബസ്റ്റ് ആണോ അത് കുറച്ചുകൂടി? ആ കണ്ടെയ്നർ മാനേജർ ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാവുമല്ലോ. അല്ല ഇപ്പൊ ആ സമയത്ത് റേറ്റ് ലിമിറ്റ് ചെയ്യുമായിരുന്നു, മനസ്സിലായില്ലേ? ഈ റേറ്റ് ലിമിറ്റിംഗ് ഒരു ശരിക്കും ഒരു ബിസിനസ് നീഡാണ്. അല്ല ഞാൻ ചോദിക്കാൻ കാരണം ഞാൻ പണ്ടൊരു പ്രോജക്റ്റിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, അതിൽ ഒരു ഡിജിറ്റൽ ട്രസ് പാസിംഗ് എന്നാണ്. അതായത് ഈ മറ്റേ ഒരു പുള്ളി ഈ ഡെല്ലില് ഈ ഗ്രേ മാർക്കറ്റ് ഉണ്ട്. അതായത് വൺസ് സാധനം കൊള്ളാം, പക്ഷെ ഇൻഡസ്ട്രിയൽ യൂസിന് ക്വാളിറ്റി ഇല്ല, പക്ഷെ കൺസ്യൂമർ യൂസിന് കൊള്ളാവുന്ന ഈ സാധനങ്ങൾ നമുക്ക് ബിഡ് ചെയ്യാം. അപ്പോൾ ഇതിനെ ബേസ് ചെയ്തുകൊണ്ട് പല ആൾക്കാരും ഇബേയിൽ കോട്ടിടും. എന്നിട്ട് ഈ ഇബേന്നുള്ള ഈ കൊടുക്കാന്ന് പറഞ്ഞിട്ട് ഇയാൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഓട്ടോമാറ്റിക്കലി അത് ഡെല്ലിന്റെ സൈറ്റിലോട്ട് റൂട്ട് ചെയ്യും. വേണ്ട ഈ ഇബേയിൽ കൊടുക്കാന്ന് പറഞ്ഞ അഡ്രസ് കൊടുക്കുമ്പോൾ ഡെല്ല് അങ്ങോട്ട് മെയിൽ ചെയ്യും. നോക്കി കഴിയുമ്പോൾ ഡെല്ലിന് കുറെ റവന്യൂ ലോസ് ഒക്കെ വന്നു തുടങ്ങി, മനസ്സിലായോ? അപ്പൊ അവര് എന്ത് ചെയ്യുന്ന വെച്ചാൽ ഒരു ഫിൽട്ടർ വെച്ച് അവരുടെ മുമ്പിൽ റേറ്റ് ലിമിറ്റ് ചെയ്യാൻ വേണ്ടി. അത് പക്ഷേ എന്നിട്ട് എന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാല് കേസ് കൊടുത്ത പാട് ഡെല്ലിനെതിരെ അങ്ങനെ ചെയ്യാൻ പാടില്ല. അപ്പൊ അതിന് ഡിജിറ്റൽ ട്രസ് പാസിംഗ് ഉണ്ട്. അപ്പൊ അതില് ഞാൻ ഒരാൾക്ക് നടക്കാനേ വഴി കൊടുത്തേക്കണം, ഓടാൻ പറഞ്ഞിട്ടില്ല എന്ന്. അല്ല അതാണ് അത് SLA ആണല്ലോ. അതിപ്പോ ഇവിടെ ഇംപ്ലിസിറ്റ് ആയിട്ട് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ വാദം. ഓക്കെ. അല്ല അപ്പൊ ഞാനിപ്പോ റേറ്റ് ലിമിറ്റിംഗ് പറയുമ്പോ എനിക്ക് ആ സാധനം ഓർമ്മ വരും, മനസ്സിലായോ? അതായത് ത്രൂപുട്ടിന്റെ മാത്രമല്ല ഇഷ്യൂ, അതായത് സിസ്റ്റം റിക്വയർമെന്റ് ആണ് ശരിക്കും അത്. പക്ഷെ അതും ഡ്രിവൺ ബൈ ബിസിനസ് ആണ്. അതെ, അല്ല ഈ ഓട്ടോമാറ്റിക് ബോട്ട് അറ്റാക്ക് ചെയ്യണ്ടോന്ന് അറിയാനും ഉപയോഗിക്കാമല്ലോ. അതെ. പക്ഷെ അത് മോർ ഓഫ് ഒരു വെബ് ആപ്ലിക്കേഷൻ ഫയർവാളിന്റെ റിക്വയർമെന്റ് ആണ് അത് ശരിക്കും. അല്ല ഈ പ്രോജക്റ്റ് ഞാൻ പറഞ്ഞ 20 കൊല്ലം മുമ്പ്, 22 കൊല്ലം മുമ്പാണെന്ന്. ഓക്കെ. പിന്നെ എന്താ പറയാ, ലോഗിങ് ആൻഡ് ട്രേസിങ്, നമ്മുടെ എലാസ്റ്റിക് അങ്ങനത്തെ സാധനങ്ങളൊക്കെ. പിന്നെ എന്താ പറയാ, ജേസൺ സ്കീമ. എന്റെ ചോദ്യം എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഇതുവരെയായിട്ടൊരു GRPC പ്രോജക്റ്റിൽ വർക്ക് ചെയ്തിട്ടുള്ള അപ്പൊ ഈ പ്രോട്ടോബഫ് വർക്ക് ചെയ്യണേ സാറാ, മറ്റേ ഐഡിയയിലും പരിപാടികളൊക്കെ അറിയാലോ. പിന്നെ എനിക്ക് ഇന്റർഫേസ് ഡെഫിനിഷൻ ലാംഗ്വേജ് അറിയാം. അപ്പൊ എന്റെ ചോദ്യം എന്ന് വെച്ചാല്, ഈ ഗ്രാഫ്ക്യൂല് ശരിക്കും നമ്മളൊരു ലോക്കൽ SDK ഉണ്ടാക്കേണ്ടി വരൂല്ലേ? ഗ്രാഫിക്കലും സാറിന് അറിയേണ്ട ആവശ്യമില്ല, DSL അറിയാലോ. ഗ്രാഫ്ക്യൂൽ എനിക്ക് വേണ്ടിയിട്ട് ഞാൻ അല്ലേ കേൾക്കണേ. ഇപ്പൊ പ്രോട്ടോബഫ് നമ്മൾ ഉപയോഗിക്കാന്ന് വെച്ചോ, അപ്പൊ GRPC ആണ് നമ്മുടെ ട്രാൻസ്പോർട്ട്, ഉറപ്പാണ്. എക്സ്റ്റേണൽ ആണെങ്കിൽ അല്ല അങ്ങനെ വേണം നിർബന്ധമൊന്നുമില്ല, നമുക്ക് ഇത് വിടാം. പക്ഷെ GRPC ആണെങ്കിൽ, അപ്പൊ എന്റെ ചോദ്യം എന്ന് വെച്ചാല്, ഈ പോർട്ട് 80 കൊടുക്കുമ്പോ ആൾക്കാര് GRPC-യിലൂടെ ബൈനറി സാധനം വന്നൂടെ? CP2 ട്രാൻസ്പോർട്ട് ആയിട്ട് ഉപയോഗിക്കുകയാണ്. അപ്പൊ അവര് ടണൽ ചെയ്ത് കറണ്ട് ആവുമായിരിക്കും അല്ലേ? അപ്പൊ പക്ഷെ പ്രോട്ടോബഫ് ആകുമ്പോ എങ്ങനെയാണ്? അപ്പൊ അല്ല അത് ആ സ്കീമ വാലിഡേറ്ററിന്റെ പണിയാണല്ലോ ശരിക്കും. അത് പിടിച്ചിട്ട് കറക്റ്റ് ആയിട്ട് സ്ട്രക്ചർ ചെയ്ത് ഡീസ്ട്രക്ചർ ചെയ്തെടുക്കുക എന്നുള്ളത്.
അല്ല, എന്റെ ചോദ്യം എന്ന് വെച്ചാൽ പ്രോട്ടോബഫ് കൺസ്യൂം ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഡെവലപ്പർ ഒരു ക്ലയന്റ് SDK ഉണ്ടാക്കണം എന്നാണ് എൻ്റെ ഒരു അതെ 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 ഇതുണ്ട് സാറേ, ആ പ്രോട്ടോബഫിന്റെ ഇതില്ലേ അതിന്റെ. അതായത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള SDK ഉണ്ടാക്കി എടുക്കുക അല്ലെ, അതെ അതെ ERP. ആ, അതായത് ഇപ്പൊ അവരുടെ SDKയില് HTTP2 ക്ലയന്റ് ഉണ്ടാവും. അതെ സർക്യൂട്ട് ബ്രേക്കർ, ക്രോസ് കട്ടിങ്, അങ്ങനത്തെ കുറെ കാര്യങ്ങള്. പിന്നെ എന്താ പറയാ, ഗവർണൻസ്, ഓക്കെ, GDPR, PCI, അങ്ങനത്തെ പല ഇൻഡസ്ട്രി സ്റ്റാൻഡേർഡ്സ്. പിന്നെ എന്താ പറയാ, SLAയുടെ ഫുൾ ഫോം എന്തായിരുന്നു? സർവീസ് ലെവൽ ഇൻഡിക്കേറ്റേഴ്സ്, സർവീസ് ലെവൽ. ഓക്കെ, SLA കേട്ടിട്ടുണ്ട്. ക്വാളിറ്റി ഓഫ് സർവീസ് അങ്ങനത്തെയൊക്കെ വരും. ഓക്കെ, അപ്പോൾ ഇത് അങ്ങനെയല്ല. ഇപ്പൊ മെയിൻ പ്രശ്നം എന്താണെന്ന് വെച്ചാലേ, ഈ ഇതെല്ലാം നമുക്ക് ഇടേണ്ട ആവശ്യമില്ല, ഇതൊക്കെ ഓപ്ഷൻസ് ആണല്ലോ. അല്ല പക്ഷെ ഇതെല്ലാം അറിയണം, ഈ അറിഞ്ഞില്ലെങ്കിൽ നടക്കില്ല. ഇത് ആ ഒരു വിഷൻ വേണം നമ്മൾ അങ്ങനെ ചെയ്യുമ്പോ, അല്ലെ? ഓക്കെ, അപ്പൊ നമ്മള് അല്ല എക്സിസ്റ്റൻസ് മറ്റേ ഫ്രെയിമിൽ വന്നാലും മതി. ഈ ശരിക്കും നമുക്കത് ഫിഗർ ഔട്ട് ആൻഡ് ഇതും പറ്റും. അല്ല, ഇതിന്റെ ഉള്ളിലെ ഓരോ ഇതും ഒരു ട്രേഡാണ്. ഇപ്പൊ എന്താ പറയാ, ഓതന്റിക്കേഷൻ, ഓതറൈസേഷൻ, റേറ്റ് ലിമിറ്റിംഗ് ഒക്കെ പൊതുവെ കോൺഫിഗറേഷൻ ആണ്. മറ്റേ ഈ അതിപ്പോ ആര് ഹാൻഡിൽ ചെയ്യുന്നുള്ളത് അറിയില്ല. സെക്യൂരിറ്റി ഓപ്സ് ടീമാണോ ഡെവോപ്സ് ആണോ എന്നുള്ളത് ഇതിനറിയാം. അത് കമ്പനി അനുസരിച്ചിരിക്കും. ഇപ്പൊ ഈ ഡെവലപ്പേഴ്സ് അധികം പ്രബുദ്ധരല്ലെങ്കിൽ ഫങ്ഷണൽ പ്രോഗ്രാമിംഗ് യൂസ് ചെയ്യുന്നതാണ് നല്ലതെന്നുള്ളതാണ് എൻ്റെ പുതിയ വാദം. അതായത് ഇപ്പം ഈ സ്റ്റാൻഡർഡൈസ്ഡ് എറർ കോഡ്സ് അങ്ങനത്തെ കുറേ ഇപ്പോൾ റീട്രൈസ് ഒക്കെ ഇല്ലേ, ഇതൊക്കെ നമ്മൾ സ്ട്രക്ചറലി ബേക്ക് ഇൻ ചെയ്യേണ്ടി വരും പലപ്പോഴും. അപ്പം ഇത് മര്യാദക്ക് കോഡ് ചെയ്തിട്ടില്ലെങ്കിൽ ബുദ്ധിമുട്ടാണ് പൊളിച്ചെഴുതാനൊക്കെ ആയിട്ട്. പല എന്ന് വെച്ചാൽ റീട്രൈ, ഇപ്പം ടെക്നിക്കൽ ലെവലിലുള്ള റീട്രൈ അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, ഈ കുറച്ചുകൂടി ഇൻ്റഗ്രേറ്റഡ് ആയിട്ടുള്ള സാധനമാണ്. അപ്പോൾ ഫങ്ഷണൽ ഇതിലാണെങ്കിൽ ആ പൈപ്പ് ലൈൻ അവിടെ ഗ്യാരണ്ടീഡാ, സം കൈൻഡ് ഓഫ് പൈപ്പ് ലൈൻ ഗ്യാരണ്ടീഡാ, അതിനെ ഓഗ്മെന്റ് ചെയ്യാൻ പറ്റും നമുക്ക്. അല്ല, അപ്പൊ നിങ്ങൾ പറയണതെന്ന് വെച്ച് കഴിഞ്ഞാല്, ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഈ സാധാരണ ലാംഗ്വേജിൽ ട്രൈയും ക്യാച്ചും ഒക്കെ വെച്ച് നമ്മൾ ചെയ്യാൻ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വേണ്ട സ്ട്രക്ചർ അവിടെ ചെയ്തിട്ടില്ലെങ്കിൽ, ആർക്കിടെക്ചറിന്റെ വിഷൻ കറക്റ്റായിട്ട് റിയലൈസ് ചെയ്തിട്ടില്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ടുണ്ട് അവിടെ ഇമ്പറേറ്റീവ് പ്രോഗ്രാമിംഗ് വരുമ്പോൾ. അല്ല, അപ്പൊ ഈ ഫങ്ഷണൽ പ്രോഗ്രാമിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മള് ഈ ക്യാച്ചിനെയൊക്കെ പിടിച്ച് മറ്റേ ഫങ്ഷണൽ കോമ്പോസിഷൻ ആക്കി മാറ്റും, അതല്ലേ ചെയ്യണേ? അതെ അതെ അതെ, അവിടെ പൈപ്പ് ലൈൻ ആണല്ലോ മോഡൽ ചെയ്യപ്പെടുന്നത്. അത് എവിടെ വേണമെങ്കിലും ഒരു ഫംഗ്ഷന്റെ തലത്തിൽ തൊട്ട് നമുക്ക് പല രീതിയിൽ കമ്പോസ് ചെയ്തെടുക്കാം. പിന്നെ വേണ്ട സ്ഥലത്ത്. മനസ്സിലായി. പക്ഷെ അപ്പൊ അതിന്റെ വേണ്ടിയുള്ള മറ്റെന്താ പറയാ, ഒരു ബേസ് ലൈബ്രറി അവിടെ വേണ്ടേ? വേണം. ബേസ് ലൈബ്രറി വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എന്താ സർക്യൂട്ട് ബ്രേക്കറിന്റെ ഒക്കെ ലൈബ്രറി വെച്ചിട്ട് കൺസ്യൂം ചെയ്യും? അല്ല ഓക്കെ, അതൊരു എക്കോസിസ്റ്റം ആണല്ലോ ഫംഗ്ഷൻ. അത് നമ്മളിപ്പോൾ ഒരു എക്കോസിസ്റ്റത്തിന് സബ്സ്ക്രൈബ് ചെയ്യേണ്ടി വരും അവിടെ. സ്കാല ആണെങ്കിൽ ഇപ്പോൾ കാറ്റ്സ് അങ്ങനെ. അതായത് ഞാൻ കാറ്റ്സ് മതിയോ? കാറ്റ്സിന്റെ മുകളിൽ എഴുതിയ എന്തെങ്കിലും ഇൻഫ്രാസ്ട്രക്ചർ വേണ്ടി ഈ പരിപാടി? വേണം. അതാണ് കാറ്റ്സ് ഒരു എക്കോസിസ്റ്റം ആണല്ലോ സാർ ഇറ്റ് സെൽഫ്. ഇപ്പോൾ പല അതായത് അപ്പൊ എന്താ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഫോക്കസ് ഓൺ ഓക്കെ, മറ്റേന്റെ അത്രയും ഇപ്പൊ എല്ലാ സ്ഥലത്തും പോയി നെറ്റ് തൊടേണ്ട കാര്യമില്ല. അല്ലല്ല, അങ്ങനെ ഞാൻ പറയുന്നില്ല. നമ്മൾ അവെയർ ആയിട്ട് എഴുതുന്ന ആൾക്കാരാണ് ബെറ്റർ ഓൾവേസ്. അങ്ങനത്തെ ആൾക്കാരാ ഇല്ലെങ്കിൽ കുറവാണെങ്കിൽ അറിയാവുന്നവരൊരു ഫങ്ഷണൽ ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാക്കി കൊടുത്ത് അതുവഴി കൺസ്യൂം ചെയ്യുകയാണെങ്കിൽ ബെറ്റർ സാധനം പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ഒരു പ്രോബബിലിറ്റി കൂടുതലാണെന്നാണ് എൻ്റെ അനുമാനം. അത് തന്നെയാണല്ലോ അതിന്റെ ഉദ്ദേശവും. അതെ, പക്ഷെ ഇവിടുത്തെ ഇൻവേർഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫങ്ഷണൽ പ്രോഗ്രാമിംഗ് നല്ല അടിപൊളി ആൾക്കാർക്ക് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ള മുന്നത്തെ അസംഷൻ.
കൺസ്യൂം അതെ അതെ അതെ. അതായത് ഇപ്പൊ പോളി എഴുതാൻ ബുദ്ധിമുട്ടായിരിക്കും, പോളി കൺസ്യൂം ചെയ്യാൻ ബുദ്ധിമുട്ടൊന്നുമില്ല. അതായത് ഞാൻ മുന്നേ ഇങ്ങനെയല്ല പറഞ്ഞിരുന്നത് എന്ന് വെച്ചാൽ സാറ് ചേഞ്ചസ് ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഞാൻ വിചാരിക്കണം. അതായത് മറ്റേ ഇവൻ ഇഫ് മറ്റേ എന്താണ് വെർച്വൽ ത്രെഡ് വന്നിട്ടുണ്ടെങ്കിലും അത് യൂസ് ചെയ്യണോ, ഇംപ്രറ്റീവ് സ്റ്റൈല് പ്രിഫർ ചെയ്യണോ എന്നുള്ളത് ആണ് ഞാൻ ചോദിക്കുന്നത്. ഇപ്പോൾ ഫങ്ഷണൽ പ്രോഗ്രാമിംഗ് സ്റ്റിൽ റെലവൻസ് ഉണ്ടെന്നുള്ളതേ ആ ഒരു അല്ലെ. ഞാൻ നോക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാല് ഫങ്ഷൻ ഇപ്പൊ ഇമ്പറേറ്റീവ് പ്രോഗ്രാമിംഗ് ഡൺ റൈറ്റ് ആയിട്ട് ഫങ്ഷനിൽ ഉപയോഗിക്കാലോ. എൻഡർ ഡിക്ലറേഷനിലോട്ട് പോയില്ലെങ്കിൽ തന്നെ അല്ല. ഇപ്പൊ ഞാൻ പറയട്ടെ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഈ വെർച്വൽ ത്രെഡ് ഉപയോഗിക്കുന്നതും മറ്റേ ത്രെഡ് പാക്കേജ് ഉപയോഗിക്കുന്നതും തമ്മില് കോൾ ലെവൽ ഇന്റർഫേസിൽ വ്യത്യാസമില്ലല്ലോ, ഉണ്ടോ? ഇല്ല. അല്ല അത് തന്നെയാണ് അതിൻ്റെ ഇൻറ്റൻറ്റും. ഫാക്ടറി മാറുന്നുള്ളൂ. പക്ഷേ സ്ട്രക്ചേർഡ് ഇത് വരുന്നുണ്ട്, കൺകറൻസി വരുന്നുണ്ട്. അത് ചെറിയ സ്ലൈറ്റ്ലി സെമാൻറ്റിക്സ് ഡിഫറൻസ് ഉണ്ടായിരുന്നു. ഓക്കെ. പിന്നെ നെക്സ്റ്റ് ഇത് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. മോണിറ്റൈസേഷൻ. ഓക്കെ. അപ്പോ പേ പെർ യൂസ്, ടയർഡ് ബില്ലിംഗ് ആയിരിക്കും മിക്കവാറും അല്ലേ? പ്രീമിയം അങ്ങനെയൊക്കെ പറഞ്ഞായിരിക്കില്ല. പ്രീമിയം സബ്സ്ക്രിപ്ഷൻ, ഫ്ലാറ്റ് ഫീ ഫോർ ആക്സസ് ഫോർ ഈ കൺസംഷൻ ബേസ്ഡ് ബില്ലിംഗ് എന്നുള്ളതാണ് അതിൻ്റെ ഒരു ബിസിനസ് ടേം അല്ലേ ഈ പേപ്പർ യൂസിന്? അതെ അതെ. മറ്റേ പ്രീമിയം അതായത് അതാണ് ഡയറക്റ്റ് മോഡൽസ്. അതായത് മറ്റേ കൺസ്യൂമർ ഇൻസൈറ്റ്സ് കിട്ടി കഴിഞ്ഞു കഴിഞ്ഞാല് പിന്നെ എക്കോസിസ്റ്റം ഗ്രോത്ത്. അല്ല, ഇത് കുറച്ചും കൂടി ആദ്യം പ്രീമിയത്തിലൊക്കെ കൊടുത്ത് യൂസേജ് പാറ്റേൺ കണ്ടുപിടിച്ച് ഇറ്ററേറ്റീവ്ലി സൊഫിസ്റ്റിക്കേറ്റഡ് മോണിറ്റൈസേഷൻ മോഡൽ ഉണ്ടാക്കുക എന്നുള്ളതാണ്. അതെ, ന്യൂ മാർക്കറ്റ് ആണെങ്കിലേ ഏത് മാർക്കറ്റ് ആണെന്നുള്ളത് അനുസരിച്ചിട്ടാണ്. അപ്പൊ അതിനെന്തൊക്കെയോ പറയില്ല, ബ്ലൂ ഓഷൻ സ്ട്രാറ്റജി എന്നോ അതൊക്കെ ഉണ്ട്. ബ്ലൂ ഓഷൻ സ്ട്രാറ്റജി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആരും ഇപ്പൊ ഒരു ഗ്രീൻ ഫീൽഡ് പ്രൊജക്ട്സിനാണ്, മറ്റേ അല്ലെങ്കിൽ റെഡ് ഓഷൻ ആണ്. അതായത് അതെന്താ ഈ എനിക്കറിഞ്ഞോടാ മറ്റേ ഗ്രീൻ പിൽ റെഡ് പിൽ എന്തൊരു സാധനമല്ലേ, എനിക്ക് വലിയ ഐഡിയ ഒന്നുമില്ല അതിനെ കുറിച്ച്. അപ്പൊ ലീഡ് ജനറേഷൻ, മോണിറ്റൈസേഷൻ അല്ല. നമ്മുടെ ഈ ഡയമെൻഷൻസിനെ കുറിച്ച് നമുക്ക് ഓരോന്നും ഇങ്ങനെ സ്റ്റോറി കളക്ട് ചെയ്യാം. API ആസ് എ പ്രൊഡക്റ്റ് തന്നെ ഉണ്ടാവും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ക്രോസ് കട്ടിങ് കൺസേൺസ്, മോണിറ്റൈസേഷൻ, സെക്യൂരിറ്റി. ഓക്കെ. അതിപ്പോ ആസ് യൂഷ്വൽ API ഗേറ്റ്വേ പ്ലസ് വെബ് ആപ്ലിക്കേഷൻ ഫയർവാൾ പ്ലസ് DDoS, അത് ഒരു ഡൗട്ടും ഇല്ല. പിന്നെ ഓതന്റിക്കേഷൻ, പിന്നെ RBAC, ABAC, പോളിസി ബേസ്ഡ്, ആട്രിബ്യൂട്ട് ബേസ്ഡ് ആക്സസ് കൺട്രോൾ മാത്രമല്ല പോളിസി ബേസ്ഡ്. പിന്നെ എന്തായിരുന്നു ഈ ഡാറ്റ പ്രൊട്ടക്ഷൻ, പിന്നെ OWASP ടോപ്പ് 10. ഇതെല്ലാ സ്ഥലത്തും. പക്ഷെ ഇതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഈ ഇൻഫ്രാസ്ട്രക്ചർ എഞ്ചിനീയറിംഗിന്റെ ഭാഗമായിട്ട് തന്നെ കിട്ടൂല്ലേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ചോയ്സിന്റെ സെക്യൂരിറ്റി ടീം വേണ്ടി വരും സ്റ്റിൽ. സെക്യൂരിറ്റി ടീം. അതുകൊണ്ടാണ് അതിനെ DevSecOps എന്ന് വിളിക്കണേ. പക്ഷെ അവിടെ മറ്റേ ഇതും കൂടിയൊക്കെ ഇൻക്ലൂഡ് ചെയ്യാനാ, മറ്റേ നമ്മുടെ സ്റ്റാറ്റിക് അനാലിസിസും ടെസ്റ്റിങ്, കോൺട്രാക്ട് ഇത് ചെയ്യാം. പിന്നെ എന്താണ് യൂണിറ്റ് ഇന്റഗ്രേഷൻ, ഇപ്പൊ റിയൽ ഓർ മോക്ക്ഡ് ഡിപ്പെൻഡൻസീസ്. ഓക്കെ, നമ്മൾ നേരത്തെ ഓൾറെഡി സംസാരിച്ചു.
ഇപ്പൊ ഗേറ്റ്ലിങ്ങിനെ കുറിച്ച് എനിക്ക് വലിയ ഐഡിയ ഇല്ല. ജയമീറ്റർ കേട്ടിട്ടുണ്ട്, സീൻ ഇറ്റ് ആസ് വെൽ. നിങ്ങളുടെ പ്രോജക്റ്റിൽ വർക്ക് ചെയ്തിട്ടുണ്ടോ ഗേറ്റ്ലിങ്? ഇല്ല, ഗേറ്റ്ലിങ് ഒരു കമ്പനിയിലായിരുന്നപ്പോൾ അവിടുത്തെ CTO ഇങ്ങനെ പ്രപ്പോസ് ചെയ്യുമായിരുന്നു. പക്ഷെ ഞങ്ങൾക്കത് വേണ്ടി വന്നില്ല. ഗോയിലൊരു CLI ടൂൾ വെച്ചിട്ട് ത്രൂപുട്ട് അനാലിസിസ് നടത്തി. ത്രൂപുട്ട് അനാലിസിസ് അല്ല, എസ്റ്റിമേഷൻ. ഈ API ഫസിങ് ശരിക്കും ചെയ്യണതിനാ മറ്റേ ഈ ഇഞ്ചക്ഷൻ അറ്റാക്ക് ഒഴിവാക്കാനാണോ? അത് എനിക്ക് എക്സാക്ട്ലി അതിന് എന്താണ് അവർ ചെയ്യണേന്ന് ഫസ്റ്റ് ടെസ്റ്റിംഗ് അതിനാ ഉപയോഗിക്കണേ. അതിൽ പോയാ ഇതാണ് ഫസ്റ്റ്. ഇത് സ്റ്റാൻഡേർഡ് API സെക്യൂരിറ്റി ടെസ്റ്റിനെയാണ് ഫസിങ് എന്ന് പറയണത് അല്ലേ? അതായത് അവർ ട്വീക്ക് ചെയ്തിട്ടുള്ള പരിപാടികളാണ്. സെയിം സാധനത്തിൽ തന്നെ ഇഞ്ചക്ഷൻ അറ്റാക്കിനൊക്കെ വേണ്ടിയാണെന്നാണ് എനിക്ക്. അതായത് അത് ഞങ്ങൾക്ക് റിപ്പോർട്ട്സ് കിട്ടാറുണ്ട്. അവരിങ്ങനെ ടെസ്റ്റ് ചെയ്ത് പല രീതിയിലൊക്കെ ട്വീക്ക് ചെയ്ത് മറ്റേ ബൈപ്പാസ് ചെയ്യാനൊക്കെ നോക്കും. കുറെ ടേംസ് ഉണ്ട്. എന്തായാലും അൺഎക്സ്പെക്ടഡ് ഓർ റാൻഡം ഇൻപുട്സ് ടു അൺകവർ ക്രാഷസ് മെമ്മറിയിലേക്കൊക്കെ കവറേജ് കൂടുമെന്ന് പറയണേ. 3-4 അറ്റാക്ക് സ്റ്റൈൽസിനൊക്കെ അവർ പറയുമായിരുന്നു. മറ്റേ ഞാൻ സ്വാം ടെസ്റ്റിംഗ് ആണ് ഞാൻ ഉദ്ദേശിച്ചത്, മനസ്സിലായില്ലേ? ഈ ഓതറൈസേഷൻ ബൈപ്പാസ് ചെയ്യണതിനൊക്കെ എന്താ പറയുന്നത്? അറിയില്ല. അതാണ് ഫസ്റ്റ് ടെസ്റ്റിംഗ്. അതിന്റെ ഇത് വരുന്നത് അവിടെയാണ്. പിന്നെ എന്താ പറയാ, ഈ സ്റ്റാറ്റിക് അനാലിസിസ് ക്വസ്റ്റ്യനബിളാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നമ്മുടെ ഇതുണ്ടല്ലോ, മറ്റേ ഒരു സോണാർ ക്യൂബൊക്കെ ഉപയോഗിച്ച് ചെയ്യുന്നത് മനസ്സിലാക്കാം. പക്ഷേ ചെക്ക് മാർക്ക് വെറാക്കോഡ് എന്ന് പറഞ്ഞ സാധനമൊക്കെ നമ്മൾ അവരുടെ സൈറ്റിൽ അയച്ചു കൊടുക്കണം. അത് പ്രാക്ടിക്കൽ ഒന്നും അല്ലല്ലോ. അല്ല, ഇത് ബിൽഡ് പൈപ്പ് ലൈൻ്റെ ഒപ്പം ഇൻ്റഗ്രേറ്റ് ചെയ്യാലേ നടക്കുള്ളൂ. അതെ അതെ. മറ്റേത് എനിക്ക് വേണേ ഹൈ മറ്റേ കൺഫോമൻസ് ഒക്കെ വേണമെന്നുള്ള സ്ഥലത്ത് ഉപയോഗിക്കാൻ വേണ്ടിയുള്ള. പിന്നെ ഓക്കെ, ഇതാണ് എന്താ പറയാ നമ്മുടെ ഇവരുടെ, അതായത് ഡെവോപ്സുകാരുടെ ടെറിട്ടറി. ഇൻഫ്രാസ്ട്രക്ചർ ആസ് എ കോഡ്. പിന്നെ എന്തായിരുന്നു മറ്റേ ഗിറ്റോപ്സ് ആർ. പിന്നെ മറ്റേ ഇത് വേണമല്ലോ, റീജിയൺ ഡാറ്റാ സെന്ററിന്റെ ഒക്കെ ഇത്. പിന്നെ ഇത് ടിപ്പിക്കൽ. നമുക്ക് ഇതിനെക്കുറിച്ച് തന്നെ ഇപ്പൊ ഡെവോപ്സിന്റെ ഓരോ സ്റ്റേജസും ടൂൾസും അതിനെക്കുറിച്ചൊരു ഡിസ്കഷൻ വെക്കണം. ഇത് ഈ കോണ്ടെക്സ്റ്റിൽ APIയുടെ API ഓപ്പറേഷൻസ്. നമ്മൾ ഇന്നവേ എന്താ പറയാ, ഫുൾ ട്രെയിൽ വേണം അല്ലേ? മറ്റേ എന്താ പറയാ, ക്ലയൻസ് ചോദിച്ചു കഴിഞ്ഞാലേ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാലൊരു എന്താ പറയാ, പ്രൊഡക്ഷനിൽ ഡിപ്ലോയ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇപ്പൊ സ്കെയിലബിൾ ഇൻഫ്രാസ്ട്രക്ചറിൽ ഈ സാധനങ്ങളൊക്കെ എന്താ പറയാ, ഈ ഇതിന്റെ ഒരു സ്പെഷ്യാലിറ്റി ആയിരിക്കും ശരിക്കും അല്ലേ? അതായത് അൾട്ടിമേറ്റ്ലി ഇത് ഡെവോപ്സ് പൈപ്പ് ലൈനിന്റെ ഭാഗമാവുമെങ്കിലും ഇത് തീരുമാനിക്കേണ്ട ആള് ഡെവോപ്സുകാരല്ല. അല്ല 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 ഇപ്പോഴത്തെ സ്പെഷ്യാലിറ്റി ആണെങ്കിലും മറ്റേ അതായത് യു ബിൽഡ് ഇറ്റ് യു ഓൺ ഇറ്റ് മോഡലാണ് മിക്ക സ്ഥലത്തും വരുന്നത്. അതായത് ഈ വേറൊരു ടീമൊന്നും ഉണ്ടാവില്ല സപ്പോർട്ടിനൊക്കെ. അങ്ങനെയല്ല. ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ ഡെവോപ്സ് ടീമിനെ ഷെയർ ചെയ്തിട്ട് ഈ APIs ഉണ്ടാക്കാൻ വേണ്ടി എന്താ പറയാ, പോർട്ടലിൽ ഇൻകോർപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് പറ്റുമല്ലോ.
ഉം? ഉം. മറ്റേ ടീമിനെ കൊണ്ട് പറ്റില്ലേ? അല്ല പക്ഷെ ഇതിപ്പോൾ ഓൺ കോൾ ആരിയിരിക്കും അതൊക്കെയല്ലേ അൾട്ടിമേറ്റ്ലി ഈ ഇതിൻ്റെ ഓപ്പറേഷണൽ സൈഡ്. സപ്പോർട്ട് വേറെ സമ്മതിച്ചു. ഞാൻ അതാ ഉദ്ദേശിച്ചത്. ഇതൊരു കൊളാബറേറ്റീവ് എഫേർട്ട് ആയിരിക്കും. അതായത് നമ്മുടെ സിസ്റ്റത്തിൻ്റെ എന്തൊക്കെ മെട്രിക്സ് ആണ് അവിടെ എടുക്കേണ്ടതെന്നുള്ളതെല്ലാം നമുക്കേ അറിയാൻ പറ്റുള്ളൂ. ജനറൽ സാധനങ്ങൾ ഉണ്ടാവുമായിരിക്കും, ഇപ്പോൾ മെമ്മറി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അങ്ങനെയല്ല, ഇപ്പൊ ഞാൻ പറയട്ടെ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഓരോ ടീമും ഇത് അവരുടെ ലെവലിൽ ഉണ്ടാക്കാൻ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ മറ്റേ യൂണിഫോമിറ്റി ഉണ്ടാവില്ല, കോസ്റ്റും കൂടുതലായിരിക്കും, റിസോഴ്സ് കോസ്റ്റ് കൂടൂലേ? അതെ അതെ. അല്ല സാറ്, പക്ഷെ ജനറൽ ബൗണ്ടറീസ് അല്ലേ നമുക്ക് കിട്ടുള്ളൂ ജനറിക് ആയിട്ട് ഇപ്പോൾ ഒരു ടീമിന്. ഇപ്പോൾ അങ്ങനെയല്ല, ഇപ്പൊ ഞാൻ പറഞ്ഞേ ഇപ്പൊ പല കമ്പനികളുണ്ട് ഒരു അക്കൗണ്ട് ലെവലില്. അതായത് ഇപ്പൊ നമ്മുടെ പോർട്ടലില് ഒരു അക്കൗണ്ട് എന്നുള്ള സാധനം വെച്ചാൽ ഒരു എൻറ്റിറ്റി. ചിലർക്ക് ചില അക്കൗണ്ടിൽ ചിലപ്പോൾ ഒരു API ഉണ്ടാവുള്ളൂ, ചിലപ്പോൾ 10 ഉണ്ടാവും. അപ്പൊ അങ്ങനെ വരുമ്പോ നമ്മള് കോമൺ ആയിട്ട് എല്ലാവർക്കും കൂടി വേണ്ടി ഒരു ടീം ഉണ്ടാക്കണമല്ലോ. അപ്പൊ ഇങ്ങനത്തെ പ്ലാൻ ചെയ്യണമല്ലോ. അതെ. അപ്പൊ അത് അപ്പൊ ഏത് റോളിലുള്ളവരാണ് അത് ചെയ്യേണ്ടത്? ഇതെന്തായാലും ഡെവോപ്സ് അല്ല, ആണോ? അല്ല ഇതിപ്പോൾ ഡെവോപ്സും മറ്റേ ഓപ്പറേഷൻ സൈഡിലെ ആൾക്കാരും കൂടിയുള്ള ഒരു കൊളാബറേറ്റീവ് എഫേർട്ടായിരിക്കും. ടിക്കറ്റിങ്ങും എല്ലാ സാധനവും വരുമല്ലേ എൻ്റെ ഉള്ളു. പക്ഷേ അത് ഞാൻ ഇവിടെ സ്പെസിഫിക്കലി പറയുന്നത് ആപ്ലിക്കേഷൻ സ്പെസിഫിക് ആയിട്ടുള്ള ഓപ്പറേഷണൽ കൺസേൺസ് ഇല്ലേ, അത് ഡ്രൈവ് ചെയ്യേണ്ടത് അതാത് എൻജിനീയറിംഗ് ടീംസ് ആയിരിക്കും, പ്ലസ് അതാത് ഓപ്പറേഷൻസ് ആൾക്കാരായിരിക്കും. ഇപ്പോൾ ഓർഗ് ലെവൽ ഇൻഫ്രാസ്ട്രക്ചർ ആണെങ്കിൽ അല്ലെങ്കിൽ സ്പെസിഫിക്കേഷൻ ആണെങ്കിൽ ഇതിപ്പോൾ എന്താണ് മറ്റേ ഇപ്പോൾ സിഒയുടെ ഓഫീസിൻ്റെ അടിയിൽ ആരെങ്കിലും പ്ലസ് മറ്റേ CTOയുടെ ഓഫീസിൻ്റെ അടിയിൽ അങ്ങനത്തെ കൊളാബറേഷൻ ആയിരിക്കുമല്ലോ സ്പെസിഫിക്കേഷൻ ലേ ഔട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ജനറൽ സാധനങ്ങൾ മൊത്തം കിട്ടുമായിരിക്കും. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ അതാത് ഡിപ്പാർട്ട്മെൻറ്റിലെ ആൾക്കാരായിരിക്കും ആപ്ലിക്കേഷൻ സ്പെസിഫിക് സാധനങ്ങൾ ഇട്ടിട്ട് ഇപ്പോൾ ഈ ആപ്ലിക്കേഷനിൽ എന്ത് സിറ്റുവേഷനിലാണ് അത് അലേർട്ട് ആവേണ്ടതെന്നുള്ളതൊക്കെ വരണമല്ലോ, അല്ലെങ്കിൽ എന്ത് മെഷേഴ്സാണ് ക്യാപ്ചർ ചെയ്യേണ്ടതെന്നുള്ളത്. അതല്ല എന്റെ ചോദ്യം എന്ന് പറഞ്ഞാൽ അത്രയും വിസിബിലിറ്റി പുറത്തുള്ളൊരു ടീമിന് കിട്ടുമെന്നാണ് ചോദിക്കണേ. അതായത് ഇപ്പൊ മനസ്സിലായില്ലേ, അപ്പൊ അവരും ടിക്കറ്റ് റേസ് ചെയ്യേണ്ടി വരില്ലേ ഇവരുടെ അടുത്ത്? ഈ പുറത്തുള്ള ടീം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് API ഡെവലപ്പ് ചെയ്യുന്ന ടീം ഒരു പോർട്ടൽ വഴിയാണ് API ഡെവലപ്പ് ചെയ്യാൻ പോണേ. ആ പോർട്ടൽ മെയിൻറ്റെയിൻ ചെയ്യുന്ന ടീമാണല്ലോ ഈ കാര്യങ്ങളെല്ലാം ചെയ്യേണ്ടത് അക്രോസ് ദ ബോർഡ്. ഇല്ല, അത് കോൺഫിഗറബിൾ ആയിരിക്കണം, അല്ലെങ്കിൽ പറ്റില്ല. അത് ടിക്കറ്റ് അതിപ്പോ എൻഗേജ്മെന്റ് മോഡൽ എങ്ങനെയാണെന്നുള്ളത് ആണ് സാറ് പറയുന്നത്, ടിക്കറ്റ് റേസ് ചെയ്യാന്നുള്ളത്. അത് ഞാൻ പറയുന്നില്ല, എനിക്കറിയില്ല. API മാർക്കറ്റ് പ്ലേസിലൊക്കെ അങ്ങനത്തെ ഒരു സാധനം വേണ്ടേ? വേണ്ടി വരും. അതിപ്പോൾ ലോഗിന്റെ സ്പെസിഫിക്കേഷൻ ഒക്കെ അത് ശരിക്കും പറഞ്ഞാൽ ചെയ്യാവുന്നല്ലോ, ഡിക്ലറേറ്റീവ്ലി ചെയ്യാൻ പറ്റുന്ന ഒരു സാധനം തന്നെയാണത്. അല്ല ഇപ്പൊ നമുക്ക് ഒരു ഡെവലപ്പർ എന്നുള്ള ലെവലിൽ നമുക്ക് അത്രയും നമുക്ക് ഇന്ന സാധനങ്ങൾ വേണമെന്ന് പറയാം, പക്ഷെ അതിന്റെ ഫ്ലോ പഠിക്കണമെന്ന് നമ്മൾ അതിന്റെ ഉള്ളിലോട്ട് ഇറങ്ങണം. അതാണ് ഓരോ ഡെവലപ്മെന്റ് ടീമിലും ഒരു ഡെവോപ്സ് ഓറിയന്റഡ് ഒരാൾ വേണം എന്തായാലും, അല്ലാതെ പല കാര്യങ്ങളൊക്കെ നടക്കില്ല. പിന്നെ എന്തൊക്കെ പറഞ്ഞാലും ഫുള്ളി പോർട്ടൽ ഡ്രിവൺ ആയിട്ടൊരു സാധനമൊക്കെ ഹോസ്റ്റ് ചെയ്യാൻ പറ്റുമോ അറിയില്ല. അത് അങ്ങനല്ലേ സാറ് ഇത് ബിസിനസ് മോഡൽസ് ആയിട്ട് എങ്ങനെ കണക്ട് ചെയ്യണം എന്നുള്ളതാണ് എനിക്ക് കുറച്ചും കൂടി. അല്ല എനിക്ക് അത്രയും വിസിബിലിറ്റി ആയിട്ടില്ല ഈ സാധനത്തിന്റെ ഉള്ളോട്ട്, നിങ്ങൾക്ക് മനസ്സിലായോ? ഒരു സ്ട്രാറ്റജിക് ആർക്കിടെക്ചർ ലെവലിൽ എനിക്ക് ഐഡിയ ഉണ്ട്, പക്ഷെ ഇതിപ്പോ എങ്ങനെ ഞാൻ മറ്റേ എന്താ പറയാ ഈ മറ്റേ ഇവിടെ കൊണ്ടുപോകണം എങ്ങനെയാന്ന് വെച്ചാല് ഒരു പ്രോഗ്രാമോ ഒരു പ്ലാനായിട്ട് ബന്ധിപ്പിക്കണമല്ലോ. കേസ് സ്റ്റഡീസ് ബൈൻഡ് ചെയ്യണ്ടേ ഇതിലോട്ട്? ഞാൻ ആ ലെവലിലോട്ട് എത്തിയിട്ടില്ല. ഞാനിപ്പോ ഇൻവെന്ററി
വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ഇത് ചെയ്യണ്ട. അപ്പൊ ഇതാണ്. പിന്നെ എന്താ പറയാ, ഓപ്പറേഷൻസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങനെയല്ല. ഇപ്പൊ ഈ ഡിസ്കഷൻ കഴിഞ്ഞപ്പോ ഉണ്ടല്ലോ, ഡെവിൾ ഈസ് ഇൻ ദ ഡീറ്റെയിൽസ് എനിക്ക് മനസ്സിലായേ. അതെ അതെ അതെ. കാരണം അല്ലെങ്കിൽ പിന്നെ ഇതിൽ എന്താണുള്ളത്, ഒരു API ഉണ്ടാക്കുന്നു, ഡിപ്ലോയ് അല്ലേ, മോണിറ്റർ ചെയ്യുന്നു. അതെ അതെ. അല്ല ഇപ്പൊ ഞാൻ പറയണ വെച്ച് കഴിഞ്ഞാലേ, ഇപ്പൊ നമ്മളൊരു എൻറ്റയർ എന്റർപ്രൈസ് ഇപ്പൊ API ശരിക്കും പറഞ്ഞ ഈ ഒരു എന്റർപ്രൈസിന്റെ മൈക്രോകോസമാണ്. അങ്ങനെ വരുമ്പോഴാണ് അതിന്റെ ഒരു പ്രോബ്ലം വരുന്നത്. നമുക്ക് മൈൻഡ് ചെയ്താലോ? ഓക്കെ ഓക്കെ. അപ്പോ ഇന്ന് നമ്മൾ ചർച്ച ചെയ്തത് API എക്കണോമിയാണ്. അപ്പോൾ എന്താ പറയാ, ഇറ്റ്സ് എ ലാർജ് ടോപ്പിക്. ഇൻ ദ കമ്മിങ് days we will be taking sessions on each of the aspects. Say API security, okay, that will be one thing. API operations നെറ്റണർ ഉണ്ടാവും. മാർക്കറ്റ് പ്ലേസ് എഞ്ചിനീയറിംഗിന്റെ നുവാൻസസ് എന്താണ്, API മോണിറ്റൈസേഷന് വേണ്ടി ഒരു സെഷൻ വെക്കണം എന്നില്ല, പക്ഷെങ്കിലും വി വിൽ ഹാവ് സ്മോൾ സെഷൻസ് ഒക്കെ വിച്ച് എന്താ പറയാ, ഡീൽസ് വിത്ത് ദ ഹോൾ ഗാമറ്റ് ഓഫ് തിങ്സ് വിച്ച് എന്താ പറയാ encompasses this field, which is going to be very important in the coming days. പിന്നെ എന്താ പറയുക, API പ്ലാറ്റ്ഫോം എന്താണ്, ആർക്കിടെക്ചർ എന്താണ് API, അതിനെക്കുറിച്ചൊക്കെ നമ്മൾ ഡീറ്റെയിൽ ഡിസ്കസ് ചെയ്തു. വൈ API മാറ്റേഴ്സ് ഒക്കെ ആസ് വി പ്രൊസീഡഡ് ഇൻ ദ ഡിസ്കഷൻ. ഒക്കെ ഇതെന്തായാലും അതിനെക്കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് സംസാരിച്ചു. API ആസ് എ പ്രൊഡക്റ്റ്, ഓക്കെ, ഓഫ് കോഴ്സ് API ക്രോസ് കട്ടിങ് കൺസേൺസിനെ കുറിച്ച് ജസ്റ്റ് സ്കിം ചെയ്തു, കാരണം മോസ്റ്റ് ഓഫ് ദം വെർ ഒബ്വിയസ്. പിന്നെ മോണിറ്റൈസേഷൻ, പിന്നെ സെക്യൂരിറ്റി, എന്താ പറയുക, ഇതൊരു പ്രോഗ്രാമായിട്ട് അക്രോസ് ദ API ഇൻഫ്രാസ്ട്രക്ചർ എന്താ പറയുക അപ്ലൈ ചെയ്യേണ്ട സാധനങ്ങളാണ്. പിന്നെ ടെസ്റ്റിങ്ങിനെ കുറിച്ച്, മറ്റേ ഫസിങ്ങും മറ്റേ എന്താ പറയുക ഇതിൻ്റെ മോക്ക് ടെസ്റ്റിങ്ങിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചു. പിന്നെ ഡിപ്ലോയ്മെൻറ്റ്, ഓപ്പറേഷൻസ് സംസാരിച്ചു. അപ്പോൾ ഇൻ കമ്മിങ് ഡേയ്സ് ഒക്കെ വിൽ ബി ആക്ച്വലി ടേക്കിംഗ് വൺ ബൈ വൺ, കാരണം തിങ്സ് ആർ വെരി ബിഗ്. അപ്പോൾ വി നീഡ് ടു ഡ്രിൽ ഡൗൺ ഇൻ ടു ഈച്ച് ഡൈമെൻഷൻ. ഒരു 8 ഡയമെൻഷൻസ് നമ്മൾ ഇന്ന് കവർ ചെയ്തത്. ഐ ഹോപ്പ് ദിസ് വാസ് യൂസ്ഫുൾ. നന്ദി, നമസ്കാരം.